മുല്ലപ്പെരിയാർ ടണൽ സമരം സിന്ദാബാദ്. മുല്ലപ്പെരിയാർ ടണൽ സമരം സിന്ദാബാദ്. ഇനിയൊരു ദുരന്തം ആവർത്തിക്കരുത്. ഇനിയൊരു ദുരന്തം ആവർത്തിക്കരുത്. ഇനിയൊരു ദുരന്തം ആവർത്തിക്കരുത്. ഇനിയൊരു ദുരന്തം ആവർത്തിക്കരുത്. കേരള ജനതയുടെ ജീവൻ രക്ഷിക്കുക. കേരള ജനതയുടെ ജീവൻ രക്ഷിക്കുക. കേരള ജനതയുടെ ജീവൻ രക്ഷിക്കുക. കേരള ജനതയുടെ ജീവൻ രക്ഷിക്കുക. മുല്ലപ്പെരിയാറിൽ പുതിയൊരു ടണൽ നിർമ്മിക്കുക. മുല്ലപ്പെരിയാറിൽ പുതിയൊരു ടണൽ നിർമ്മിക്കുക. മുല്ലപ്പെരിയാറിൽ പുതിയൊരു ടണൽ നിർമ്മിക്കുക. മുല്ലപ്പെരിയാറിൽ പുതിയൊരു ടണൽ നിർമ്മിക്കുക. 2014 സുപ്രീം കോടതി നിർദ്ദേശം ഉടൻ നടപ്പിലാക്കുക. 2014 സുപ്രീം കോടതി നിർദ്ദേശം ഉടൻ നടപ്പിലാക്കുക. 2014 സുപ്രീം കോടതി നിർദ്ദേശം ഉടൻ നടപ്പിലാക്കുക. 2014 സുപ്രീം കോടതി നിർദ്ദേശം മുല്ലപ്പെരിയാർ ഡാമിലെ അപകടം ഒഴിവാക്കുക. തമിഴ്നാടിന് കൂടുതൽ ജലം നൽകുക. തമിഴ്നാടിന് കൂടുതൽ ജലം നൽകുക. മുല്ലപ്പെരിയാർ ഡാമിലെ അപകടം ഒഴിവാക്കുക. മുല്ലപ്പെരിയാർ ഡാമിന്റെ അപകടം ഒഴിവാക്കുക. മുല്ലപ്പെരിയാർ ടണൽ സമരം സിന്ദാബാദ്. പറയുന്നു വിജയം വരെയും സമരം തുടരും. വിജയം വരെയും സമരം തുടരും. അധികാരികളെ കണ്ണു തുറക്കൂ. അധികാരികളെ കണ്ണു തുറക്കൂ. പുതിയൊരു ഡാമിന് വേണ്ടേ വേണ്ട. പുതിയൊരു ഡാമിന് വേണ്ടേ വേണ്ട. പുതിയൊരു ബോംബിന് വേണ്ടേ വേണ്ട. പുതിയൊരു ബോംബിന് വേണ്ടേ വേണ്ട. പുതിയൊരു ഡാമിന് വേണ്ടേ വേണ്ട. പുതിയൊരു ബോംബിന് വേണ്ടേ വേണ്ട. പുതിയൊരു ബോംബിന് വേണ്ടേ വേണ്ട. ഒന്നിച്ചൊന്നായി അണിചേരൂ. ഒന്നിച്ചൊന്നായി അണിചേരൂ. നമ്മുടെ നാടിനെ രക്ഷിക്കാൻ. നമ്മുടെ നാടിനെ രക്ഷിക്കാൻ ഒന്നിച്ചൊന്നായി അണിചേരൂ. ഇൻക്വിലാബ് സിന്ദാബാദ്. ഇൻക്വിലാബ് 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 സിന്ദാബാദ്. ഇൻക്വിലാബ് 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 സിന്ദാബാദ്. ബഹുമാനപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, മുല്ലപ്പെരിയാർ ടണൽ സമരസമിതി നടത്തിവരുന്ന ഉപവാസ സമരം ഇന്ന് 200-ാം ദിവസം എത്തിയിരിക്കുകയാണ്. 200-ാം ദിവസത്തിന്റെ ചടങ്ങിലേക്ക് എത്തിയിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും ഈ സമരപന്തലിലേക്ക് ആദ്യമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷനായിട്ട് മുല്ലപ്പെരിയാർ ടണൽ സമരസമിതിയുടെ പ്രസിഡന്റ് രമേശ് ചെവിയെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രാർത്ഥനാ ഗീതം ആലപിക്കുന്നതിന് വേണ്ടി നമ്മുടെ കോർഡിനേറ്റർ കൂടിയായ ശ്രീ ഇൽക്കി ചേച്ചിയെ ക്ഷണിച്ചുകൊള്ളു. ആനന്ദജ്യോതി സ്വരൂപമേ, ഞങ്ങളെ അന്ധകാരം നീക്കി നയിച്ചിടണേ. ആനന്ദജ്യോതി സ്വരൂപമേ, ഞങ്ങളെ അന്ധകാരം നീക്കി നയിച്ചിടണേ. ആകാശഗംഗയ്ക്കും അലയാഴികൾക്കും അതീതനായുള്ളൊരു തമ്പുരാനേ. ആകാശഗംഗയ്ക്കും അലയാഴികൾക്കും അതീതനായുള്ളൊരു തമ്പുരാനേ. അജ്ഞാനതീരം നീക്കി നീ ഞങ്ങളിൽ വിജ്ഞാനദീപം തെളിച്ചിടണേ. അജ്ഞാനദീപം നീക്കി നീ ഞങ്ങളിൽ
വിജ്ഞാനദീപം നയിച്ചിടണേ. അതീതാത്മരൂപം അതീതാത്മഭാവം സർവാത്മതത്വം നീ ഏകാന്ത സത്യം. അതീതാത്മരൂപം അതീതാത്മഭാവം സർവാത്മതത്വം നീ ഏകാന്ത സത്യം. അടുത്തായി സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി മുല്ലപ്പെരിയാർ ടണൽ സമിതിയുടെ വൈസ് പ്രസിഡന്റ് കൂടിയ ശ്രീ VK സന്തോഷിനെ ക്ഷണിച്ചുകൊള്ളു. സുഹൃത്തുക്കളെ, നാട്ടുകാരെ, മുല്ലപ്പെരിയാർ ടണൽ സമരസമിതി നമ്മുടെ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട സമരം തുടങ്ങിയിട്ട് ഏതാണ്ട് 10-40 വർഷമാകുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ സമരവുമായി ബന്ധപ്പെട്ടുള്ള യാത്രയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിന്റെ ഭാഗമായിട്ട് തന്നെ മുല്ലപ്പെരിയാർ ടണൽ സമരസമിതിയുടെ ഈ സമരം ഇന്ന് 200 ദിവസത്തിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ ഈ സമരം തുടങ്ങുന്നത് കഴിഞ്ഞ ഒക്ടോബർ 2-ാം തീയതി ഗാന്ധി ജയന്തി ദിവസം മാലിപ്പുറം സ്വാതന്ത്ര്യ മൈതാനത്തായിരുന്നു. സുപ്രീം കോടതി അഭിഭാഷകനായ അഡ്വക്കേറ്റ് കാളീശ്വർ രാജ് അദ്ദേഹമാണ് നമ്മുടെ ഈ സമരം ഉദ്ഘാടനം ചെയ്തത്. നമ്മൾ ഈ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഒരുപാട് മുല്ലപ്പെരിയാർ സമരവുമായി ബന്ധപ്പെട്ട സംഘടനകളെ എല്ലാം തന്നെ നമ്മൾ ഇതിനകം തന്നെ സന്ദർശിച്ചു. അവരുടെ എല്ലാം സപ്പോർട്ട് നമ്മൾ ഈ സമരത്തിന് വേണമെന്ന് ആവശ്യപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ 200 ദിവസമായ ഇന്ന് വരെ ഒട്ടുമിക്ക സംഘടനകളും നമ്മുടെ ഈ സമരവുമായിട്ട് സഹകരിച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും സമരത്തിന് അണിചേരുകയും ഒക്കെ ഉണ്ടായി. ഈ സമരം ഇങ്ങനെ നമ്മൾക്ക് ദിവസങ്ങളോളം നീട്ടിക്കൊണ്ടുപോവുക എന്നുള്ളതൊന്നും അല്ല നമ്മുടെ ഉദ്ദേശം. കാരണം നമ്മുടെ കാലാവസ്ഥ, അതിനെക്കുറിച്ചൊക്കെ വളരെ ശാസ്ത്രീയമായി പറയാവുന്ന ആൾക്കാർക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. സാധാരണക്കാരായ നമുക്കെല്ലാം പേടിയാണ്. മഴ വരുമ്പോഴും കാറ്റ് വീഴുമ്പോഴും ഭൂകമ്പം ഉണ്ടാകുമ്പോഴും എന്ത് സംഭവിച്ചേക്കാം എന്നുള്ളതിനെ കുറിച്ചെല്ലാം ഈ അടുത്ത കാലഘട്ടങ്ങളിലായിട്ടുള്ള ദുരന്തങ്ങളെല്ലാം നമ്മളെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ഓരോ സെക്കൻഡിലും ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ പുതിയ മുല്ലപ്പെരിയാറിന്റെ പുതിയ ഒരു സമരം നമ്മൾ പറയുന്നത്. ഈ സമരം ഓരോ ദിവസം നീണ്ടുപോകുന്നതോറും സമരസമിതി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് വളരെ വ്യക്തതയുണ്ട്. ജനങ്ങൾ ഇത് ഏറ്റെടുത്തിട്ടുണ്ട്. കാരണം നമ്മൾക്ക് ഒരുപാട് ഇടങ്ങളിൽ നിന്നും ഇതിന്റെ ഒരുപാട് നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് വരുന്നുണ്ട്. സമരം ഇനി നമ്മൾക്ക് പല രീതിയിൽ കൊണ്ടുപോകേണ്ടതുണ്ട്, സമരം ഇനിയും ശക്തിപ്പെടുത്തേണ്ടതുണ്ട് എന്നെല്ലാം പറഞ്ഞുകൊണ്ട്, അപ്പോൾ ഇനി അതിന്റെ എല്ലാം ഭാഗമായിട്ടാണ് നമ്മളെ പ്രത്യേകിച്ച് ഈ 200-ാം ദിവസത്തിൽ നമ്മുടെ നാട്ടിലെ ഭൗമശാസ്ത്രജ്ഞന്മാരും അതേപോലെ സമുദ്രശാസ്ത്രജ്ഞരും ഒക്കെ ആയിട്ടുള്ള പ്രൊഫസർമാരും നമ്മുടെ റോയ് സാറും വിൻസെന്റ് സാറും ഒക്കെ ഇന്നിവിടെ നമ്മുടെ ഈ 200-ാം ദിവസത്തിൽ നമ്മളുമായിട്ട് കാര്യങ്ങൾ സംബന്ധിക്കുവാനും നമുക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ പറയുന്നതിനുമായൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ യോഗം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് ഇന്നത്തെ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ നമ്മുടെ മുല്ലപ്പെരിയാർ ടണൽ സമരസമിതിയുടെ പ്രസിഡന്റായ രമേശ് ഷെവിയാണ്. അദ്ദേഹത്തെ ആദ്യമായി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ ഇന്ന് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് സമുദ്ര ശാസ്ത്രജ്ഞനായ, കൂടാതെ പ്രത്യേകിച്ച് നമ്മുടെ വൈപ്പിങ്കരക്കാരനായ മുഹമ്മദ് ഹത്ത സാറിനെ ഈ കഴിഞ്ഞ ദിവസമാണ് ഞാൻ മാധ്യമങ്ങളിലൂടെയാണ് ഞാൻ അറിഞ്ഞത്. വളരെ നന്ദി സാർ. സാറാണ് നമ്മുടെ ഈ യോഗം ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ഭൗമശാസ്ത്രജ്ഞനായ ഡോക്ടർ സുനിൽ PS സാറും ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം നമുക്ക് വേണ്ടി സംസാരിക്കും. അതേപോലെ തന്നെ നമ്മുടെ റോയ് സാറിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മുടെ ഈ സമരസമിതിയുടെ രക്ഷാധികാരിയാണ്. അദ്ദേഹവും നമുക്ക് വേണ്ടി സംസാരിക്കും. അതുകൂടാതെ മുല്ലപ്പെരിയാർ സമരങ്ങൾ കേരളത്തിൽ ഒരുപാട് നടന്നിട്ടുണ്ട്. അതിന്റെ
ഒരുപാട് സമര പരിപാടികൾ ഇന്നും നിലവിലുണ്ട്. ഈ സമരങ്ങളെയെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ മുല്ലപ്പെരിയാർ ഏകോപന സമിതി എന്ന ഒരു സംവിധാനം രൂപപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ജനറൽ കൺവീനറായ അഡ്വക്കേറ്റ് KS പ്രകാശ് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മുടെ മദ്യനിരോധന സമിതി സംസ്ഥാന സമിതിയുടെ ജനറൽ സെക്രട്ടറിയായ പ്രൊഫസർ വിൻസെന്റ് മാളിയേക്കല്, നാസിന്റെ പ്രസിഡന്റ് കൂടിയായ അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ ഞങ്ങളുടെ ഈ സമരത്തിന്റെ ഈ 200 ദിവസമെത്തിയ ഈ ഞങ്ങളുടെ സഞ്ചാര വഴിയിൽ ഞങ്ങളുടെ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും സമരത്തിൽ പങ്കുചേർന്നും ഒരുപാട് സംഘടനകളും സമര സേനാനികളും പ്രവർത്തകരുമെല്ലാം ഇതിനോടകം ഞങ്ങളോട് സഹകരിച്ചിട്ടുണ്ട്. ഇന്ന് ഈ യോഗത്തിൽ സംബന്ധിക്കാനുള്ള അവരെ എല്ലാവരെയും ഒറ്റവാക്കിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. അതേപോലെ തന്നെ മാധ്യമങ്ങളെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ പ്രൊഫസർ മുഹമ്മദ് ഹത്ത, മുഖ്യ പ്രഭാഷകൻ ഡോക്ടർ സുനിൽ PS, നമ്മുടെ രക്ഷാധികാരി കൂടിയായ പ്രൊഫസർ CP റോയ് സാർ, മുല്ലപ്പെരിയാർ ഏകോപന സമിതിയുടെ ജനറൽ കൺവീനർ ശ്രീ പ്രകാശൻ സാർ, നമ്മുടെ നാസിന്റെ പ്രസിഡന്റ് കൂടിയായ വിൻസെന്റ് മാളിയേക്കൽ സാർ, ഇവിടെ എത്തിയിരിക്കുന്ന വിവിധ സംഘടനകളുടെ പ്രവർത്തകർ, നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാരെ, സമര സമിതി അംഗങ്ങളെ, കഴിഞ്ഞ 200 ദിവസങ്ങളായി മുല്ലപ്പെരിയാർ ടണൽ സമരസമിതി ഈ അനിശ്ചിതകാല റിലേ ഉപവാസമരമായിട്ട് മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ നാട്ടിലെ ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ട് മുല്ലപ്പെരിയാർ എന്നൊരു മഹാവിപത്തിന് കീഴിലാണ് നമ്മൾ എന്ന് തിരിച്ചറിഞ്ഞത് തുടങ്ങിയാണ് ഈ ഒരു സമരം ആവശ്യമുണ്ട് എന്ന് മുല്ലപ്പെരിയാർ ടണൽ സമരസമിതിക്ക് ബോധ്യപ്പെട്ടത്. കാരണം കഴിഞ്ഞ 18 വർഷങ്ങളായി മുല്ലപ്പെരിയാർ എന്നുള്ളൊരു മഹാവിപത്ത് നമ്മുടെ എല്ലാം തലക്ക് മുകളിൽ ഇതുവരെ ഒരു പരിഹാരമില്ലാതെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കേരളവും തമിഴ്നാടും രണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങളെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു പ്രശ്നത്തിന് ഇതുവരെ പരിഹാരമുണ്ടാവാത്തതിന്റെ മുഖ്യ കാരണം. തമിഴ്നാട് ഇപ്പോഴേ ദുർബലമായിരിക്കുന്ന ഈ ഡാമിൽ കൂടുതൽ ഉയരത്തിൽ ജലം സംഭരിക്കുക എന്നുള്ള ആശയവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. കേരളം പുതിയൊരു ഡാം നിർമ്മിക്കുക എന്നുള്ള ആശയവുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങളും കൂടുതൽ ആഴത്തിൽ പഠിച്ചു കഴിഞ്ഞപ്പോൾ വളരെ അപ്രായോഗികവും അപകടകരവുമാണ് എന്ന് തിരിച്ചറിയുകയും മുല്ലപ്പെരിയാർ എന്ന പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പ്രതിവിധി ഉണ്ട് എന്ന് തിരിച്ചറിയുകയും ചെയ്ത ഒരു സ്ഥലത്ത് നിന്ന ഒരു പോയിന്റിൽ നിന്നാണ് ശരിക്കും ഈ മുല്ലപ്പെരിയാർ ടണൽ സമരം എന്ന ഈ സമരം തുടങ്ങുന്നത്. കാരണം 1978 വളരെ ദുർബലമാണ് എന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് 79 മുതൽ 92 വരെ സെൻട്രൽ വാട്ടർ കമ്മീഷൻ മുല്ലപ്പെരിയാർ ഡാമിൽ റിപ്പയറിംഗ് നടത്തിയതാണ്. മുല്ലപ്പെരിയാർ ഡാം ദുർബലമാണ്, അപകടമാണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഈ റിപ്പയറിംഗ് വേണ്ടി വന്നത്. റിപ്പയറിംഗ് തുടങ്ങുമ്പോൾ തന്നെ 152 അടി ഉണ്ടായിരുന്ന ജലനിരപ്പ് 136 അടിയിലേക്ക് കുറയ്ക്കുകയാണ് സെൻട്രൽ വാട്ടർ കമ്മീഷൻ ചെയ്തത്. അതൊരു പാർഷ്യൽ ഡീകമ്മീഷൻ തന്നെയായിരുന്നു. അതിനുശേഷം 1992 റിപ്പയറിംഗ് തീർന്ന ശേഷവും അവർ ജലനിരപ്പ് ഉയർത്തിയില്ല. 136 അടിയിൽ തന്നെ ജലനിരപ്പ് നിർത്തിയ ശേഷമാണ് അവർ പിൻവാങ്ങിയത്. പിന്നീട് തമിഴ്നാട് സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് ജലനിരപ്പ് കൂട്ടാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. 2006 152 ആക്കി ജലനിരപ്പ് ഉയർത്താനുള്ള അനുവാദം സുപ്രീം കോടതിയിൽ നിന്ന് അവർക്ക് കിട്ടി. പക്ഷെ അത് കേരളത്തിലെ ജനങ്ങളെ വളരെ വലിയൊരു ഭീഷണിയിലേക്ക് കൊണ്ടുപോയി. അങ്ങനെയാണ് 2006 ആദ്യമായി മുല്ലപ്പെരിയാർ സമരം ആരംഭിക്കുന്നത്. മുല്ലപ്പെരിയാർ സമരം ഏകദേശം 6 വർഷത്തോളം മുന്നോട്ട് പോയി. അന്ന് ഈ സമരം നയിച്ചത് നമ്മുടെ ഇന്നത്തെ രക്ഷാധികാരി കൂടിയായ പ്രൊഫസർ CP റോയ് സാറാണ്. ഈ 6 വർഷം സമരം മുന്നോട്ട് പോകുമ്പോൾ പുതിയ ഡാം എന്നുള്ള ഒരു ആശയമായിരുന്നു മുല്ലപ്പെരിയാർ സമരസമിതി മുന്നോട്ട് വെച്ചിരുന്നത്. പക്ഷേ ഈ ഒരു ഡാം എന്നുള്ള ആശയം വരുന്ന തലമുറക്ക് വളരെ വലിയൊരു അപകടകരമായ ഒരു കാര്യമാണെന്ന് തിരിച്ചറിയുകയും പുതിയൊരു തുരങ്കം എന്നുള്ള ആശയമാണ് ഏറ്റവും പ്രായോഗികമായിട്ടുള്ള കാര്യമെന്ന് തിരിച്ചറിയുകയും ചെയ്തതിൽ നിന്ന് അന്നത്തെ സമരസമിതിയുടെ പ്രസിഡന്റായിരുന്ന
പ്രൊഫസർ CP റോയ് സാർ പുതിയൊരു തുരങ്കം എന്നുള്ള ആശയത്തിലേക്ക് മാറുകയാണ് ഉണ്ടായത്. പിന്നീട് ആ സമരം അവിടെ വെച്ച് പതിയെ ശക്തി കുറഞ്ഞ് ഇല്ലാതായി മാറി. അന്ന് സമരസമിതി മുന്നോട്ട് വെച്ച പുതിയ ഡാം എന്നുള്ള ആശയം നിലവിലെ പഴയ ഡാമിന്റെ തൊട്ടു താഴെ ഏകദേശം 366 മീറ്ററിലാണ് ഒരു പുതിയ ഡാം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. 2011 26 തവണ ഭൂചലനമുണ്ടായ ഒരു പ്രദേശത്താണ് ഈ പുതിയ ഡാം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും പൈലിംഗും തുടങ്ങുമ്പോൾ തന്നെ വളരെ ദുർബലമായ പഴയ ഡാം തകർന്നു വീഴാനുള്ള സാധ്യത വളരെയേറെയാണ്. മാത്രമല്ല വളരെ സൂക്ഷിച്ച് പഴയത് തകർന്നു വീഴാതെ ഒരു പുതിയ ഡാം നിർമ്മിച്ചു കഴിഞ്ഞാൽ തന്നെ പുതിയ ഡാമിന് പഴയ ഡാമിനേക്കാൾ ഏകദേശം 60 അടി ഉയരം കൂടുതലായിരിക്കും, 600 അടിയോളം നീളം കൂടുതലായിരിക്കും. പഴയ ഡാമിൽ ഉൾക്കൊള്ളുന്നതിനേക്കാൾ 40-60% ജലം കൂടുതൽ കൊള്ളുന്നതായിരിക്കും പുതിയ ഡാം. അപ്പോൾ ഒന്ന് ആലോചിക്കുക, ഈ പുതിയ ഡാം വളരെ സൂക്ഷിച്ച് പഴയത് തകർന്നു വീഴാതെ നിർമ്മിച്ചു കഴിഞ്ഞാൽ 60-70 വർഷങ്ങൾ കഴിയുമ്പോൾ, ഒരു ഡാമിന്റെ ആയുസായ ഒരു 60-70 വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ വരും തലമുറകളുടെ തലക്ക് മുകളിൽ ഇതിനേക്കാൾ വലിയ മറ്റൊരു ജലബോംബായി പുതിയ ഡാം മാറും. ഈ ഒരു ആപത്ത് ഒരിക്കലും വിട്ടുമാറുകയുമില്ല. അപ്പോ നമ്മുടെ മുന്നിൽ ഒരു ചോദ്യമുണ്ട്. പുതിയ ഡാം നിർമ്മിക്കുക എന്നുള്ള അപ്രായോഗികമാണ്, പഴയ ഡാം ബലപ്പെടുത്തി കൂടുതൽ ഉയരത്തിൽ ജലം സംഭരിക്കുക എന്നുള്ളതും അപ്രായോഗികമാണ്. പിന്നെ എന്താണ് ഇതിനൊരു പ്രതിവിധി? ഈ പ്രതിവിധി എന്താണെന്നുള്ള അന്വേഷണത്തിന്റെ ഫലമായിട്ട് തന്നെയാണ് 2014 മെയ് 7 സുപ്രീം കോടതി വിധിയിൽ സുപ്രീം കോടതി 142 അടിയാക്കി ജലനിരപ്പ് ഉയർത്തുക എന്ന തമിഴ്നാടിന് അനുകൂലമായിട്ടായിരുന്നു അന്ന് വിധിച്ചത്. കാരണം കേരളം 136 അടിയിലേക്ക് ജലനിരപ്പ് കൊണ്ടുവരണമെന്നാണ് വാദിച്ചത്. തമിഴ്നാടിന് അനുകൂലമായിട്ടാണ് ആ വിധി വന്നത്. അന്ന് സുപ്രീം കോടതി ഒരു ബദൽ നിർദ്ദേശമായി 2 സംസ്ഥാനങ്ങളെയും മുന്നിലേക്ക് വെച്ച ഒരു ആശയമാണ് പുതിയൊരു തുരങ്കം എന്നുള്ളൊരു ആശയം. ഈ ഒരു ആശയം എന്താണെന്ന് കേരളത്തിലെ 90% ജനങ്ങൾക്കും അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. കാരണം മുല്ലപ്പെരിയാർ ഡാമിലെ വെള്ളം കഴിഞ്ഞ 129 വർഷമായി തമിഴ്നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിനും തമിഴ്നാടിനും ഇടയ്ക്കുള്ള കുമളി എന്ന പ്രദേശത്ത് ഉള്ളൊരു മലയിൽ 106 അടി ഉയരത്തിൽ അന്ന് ബ്രിട്ടീഷ് എഞ്ചിനീയറായ ജോൺ പെനിക്ക് ഡാമിനൊപ്പം നിർമ്മിച്ച ഒരു പഴയ തുരങ്കത്തിലൂടെയാണ്. ഈ തുരങ്കം 106.5 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ ജലം 106.5 അടി ഉയരത്തിൽ എത്തിയാൽ മാത്രമേ തമിഴ്നാട്ടിലേക്ക് ഒഴുകി തുടങ്ങുകയുള്ളൂ എന്നുള്ളത് ഒരു പ്രധാന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ തമിഴ്നാട് 106.5 അടിക്ക് മുകളിൽ ജലം സംഭരിക്കാനും കൂടുതൽ ദൂരേക്ക് അവർക്ക് വെള്ളം കൊണ്ടുപോകണമെങ്കിൽ കൂടുതൽ പ്രഷറും കൂടുതൽ വെള്ളവും സംഭരിക്കേണ്ടത് കൂടുതൽ ഉയരത്തിൽ ആക്കേണ്ടി വരും. ഈ ടണൽ നിൽക്കുന്നത് 106.5 അടി ഉയരത്തിലായതുകൊണ്ടാണ് തമിഴ്നാടിന് അങ്ങനെ ചെയ്യേണ്ടി വരുന്നത് എന്ന് നാം അറിയാം. ഈ ഒരു തുരങ്കം കൂടാതെ മുല്ലപ്പെരിയാർ റിസർവോയറിന്റെ താഴെ നിന്ന് 50 അടിയിൽ മറ്റൊരു തുരങ്കം നിർമ്മിക്കുകയാണെങ്കിൽ ജലം 50 അടി എത്തുമ്പോൾ തന്നെ തമിഴ്നാട്ടിലേക്ക് ഒഴുകി തുടങ്ങും. കേരളം 50 അടി വെള്ളം സ്റ്റോർ ചെയ്താൽ പോലും 100 അടിക്ക് മുകളിൽ മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് ഉയർത്തേണ്ടതായിട്ട് വരില്ല. മാത്രമല്ല അന്ന് ജോൺ പെനിക്കിന്റെ കാലത്ത് സാങ്കേതിക വിദ്യ ഇന്നത്തെ പോലെ വികാസം പ്രാപിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചതിനോടൊപ്പം നിർമ്മിച്ച തുരങ്കം പൂർത്തിയാക്കിയത് ഏകദേശം 1.5-2 വർഷം കഴിഞ്ഞിട്ടാണ്, ഡാം നിർമ്മാണം കഴിഞ്ഞിട്ടാണ് പൂർത്തിയാക്കിയത്. അന്ന് സാങ്കേതിക വിദ്യകൾ വികാസം പ്രാപിക്കാതിരുന്നതുകൊണ്ട് തന്നെ സ്ഫോടനങ്ങൾ നടത്തിയും കൈകൊണ്ട് അടിച്ചു പൊട്ടിച്ചുമൊക്കെയാണ് തുരങ്കങ്ങൾ നിർമ്മിച്ചിരുന്നത്. ഇന്നത്തെ കാലത്ത് ആധുനിക സാങ്കേതിക വിദ്യകളുടെ കാലത്ത് ഈ തുരങ്ക നിർമ്മാണം ഒരു പ്രയാസവുമില്ലാതെ നടത്താൻ സാധിക്കും. ആധുനിക ബോറിംഗ് ടെക്നോളജികൾ വന്നു കഴിഞ്ഞു. 6 മാസം പോലും വേണ്ട മുല്ലപ്പെരിയാറിലെ 4 കിലോമീറ്ററോളമുള്ള ഈ ഒരു പുതിയ തുരങ്കം നിർമ്മിക്കാൻ. ഒരു പുതിയ ഡാം നിർമ്മിക്കുന്നതിന്റെ 10-1 ചെലവിലും ചെയ്യാൻ സാധിക്കും. അവിടെയാണ് സുപ്രീം കോടതി 2014 മെയ്യിൽ പറഞ്ഞിരിക്കുന്ന ഈ ബദൽ നിർദ്ദേശത്തിന്റെ പ്രസക്തി വരുന്നത്. കാരണം പുതിയ ഡാം നിർമ്മിച്ചു കഴിഞ്ഞാൽ പോലും തമിഴ്നാട്ടിലേക്ക് ജലം കൊണ്ടുപോകണമെങ്കിൽ ഈ പഴയ തുരങ്കം തന്നെ ആശ്രയിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ എന്തിനു പുതിയ ഡാം നിർമ്മിക്കണം? ഈ പഴയ തുരങ്കം കൂടാതെ താഴെ മറ്റൊരു തുരങ്കം സ്ഥാപിച്ചു കഴിഞ്ഞാൽ മുല്ലപ്പെരിയാറിലെ 70% ജലം കുറഞ്ഞ് മുല്ലപ്പെരിയാർ ഡാം സ്വാഭാവിക ഡീകമ്മീഷനായി അപകടരഹിതമായി മാറും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. പക്ഷേ ഇതിലെ ഡീകമ്മീഷൻ നടക്കുന്നത് തമിഴ്നാടിന് കൂടുതൽ ജലം കൊടുത്തുകൊണ്ടാണ്. അപ്പോൾ തമിഴ്നാടിന് കൂടുതൽ ജലം കിട്ടുകയും കേരളത്തിലെ ജനങ്ങൾ 100% സുരക്ഷിതരായി മാറുകയും ചെയ്യും. മുല്ലപ്പെരിയാർ ഡാം ഒരു സാധാരണ തടയണയായി മാറുകയും ചെയ്യും. അപ്പോ ഇത്രയും നല്ലൊരു ആശയം നമ്മുടെ മുന്നിലുണ്ട്. ഈ ഒരു ആശയം സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിട്ട് 10 വർഷത്തോളം സമയം കഴിഞ്ഞു. നമ്മൾ ഇപ്പോഴും കേരള ഗവൺമെന്റ് പുതിയ ഡാം നിർമ്മിക്കണമെന്നുള്ള അപകടകരമായ ആശയവുമായിട്ട് മുന്നോട്ട് പോകുന്നു. തമിഴ്നാട് പഴയ ഡാം ബലപ്പെടുത്തി കൂടുതൽ ഉയരത്തിൽ വീണ്ടും ജലം സംഭരിക്കണമെന്ന അതിലും അപകടകരമായ മറ്റൊരു ആശയവുമായിട്ട് മുന്നോട്ട് പോകുന്നു. 2 സംസ്ഥാനങ്ങളും പരസ്പരം എതിർത്തുകൊണ്ട് ഒരു സമാധാനത്തിലെത്താതെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ചരിത്രത്തിലൂടെ ഒന്ന് പുറകോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ 1975 ബാൻജിയാവോ അണക്കെട്ട് ദുരന്തം ചൈനയിൽ സംഭവിച്ച ഒരു അണക്കെട്ട് ദുരന്തമാണ്. ഈ അണക്കെട്ട് ദുരന്തത്തിന്റെ സംഭവിച്ചപ്പോൾ അതിന് താഴെയുണ്ടായിരുന്ന 61ഓളം അണക്കെട്ടുകൾ ചീട്ട് കൊട്ടാരം പോലെ തകർന്നു.
2,40,000-ഓളം ആളുകൾ മരിച്ചു. നമ്മുടെ ഈ പ്രദേശങ്ങളെ അപേക്ഷിച്ച് 20 ഇരട്ടിയോളം ജനസാന്ദ്രത കുറവുള്ള ഒരു പ്രദേശം കൂടിയാണ്. അതുപോലെ 2023 ലിബിയയിൽ നടന്ന അണക്കെട്ട് ദുരന്തം, 2 അണക്കെട്ടുകൾ, ഒരണക്കെട്ട് തകർന്ന് അതിന് താഴെ ഉണ്ടായിരുന്ന മറ്റൊരണക്കെട്ട് തകർന്ന് അങ്ങനെ 25,000-ഓളം ആളുകൾ മരിച്ചു. അപ്പോ ഇതുപോലെയുള്ള അപകടങ്ങൾ നമ്മളുടെ മുന്നിൽ വഴികാട്ടിയായിട്ട് നിൽക്കുകയാണ്. അതുമാത്രമല്ല, മുല്ലപ്പെരിയാറിൽ ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ, മുല്ലപ്പെരിയാർ ഡാം കൂടുതൽ ഉയരത്തിൽ ജലം നിൽക്കുന്ന സമയത്ത് അതിന്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ ഇന്നത്തെ കാലാവസ്ഥ അനുസരിച്ച് മേഘവിസ്ഫോടനമോ മറ്റോ സംഭവിച്ച് കൂടുതൽ മഴ പെയ്തു കഴിഞ്ഞാൽ അത് കവിഞ്ഞൊഴുകാനും അത് തകരുവാനും, അതിനിടയിൽ മുല്ലപ്പെരിയാറിനും ഇടുക്കിയിലും അടക്കമുള്ള 1,00,000-ഓളം ആളുകൾ സംഭവിക്കുന്നത് എന്താണെന്നറിയാതെ 45 മിനിറ്റിനുള്ളിൽ കൊല്ലപ്പെടും. ഇടുക്കി അണക്കെട്ട് താങ്ങിയില്ലെങ്കിൽ അതിന് താഴെയുള്ള 6 ജില്ലകളിലെ 1.5 കോടിയോളം ജനങ്ങളുടെ ജീവനും അവസാനിക്കും. ഇതുവരെയുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളും അവസാനിക്കും. അപ്പോ നമ്മളൊന്ന് ആലോചിക്കുക, ഇത്രയും വലിയ അപകടത്തിന് താഴെ നിൽക്കുകയാണ് നമ്മളെന്ന് തിരിച്ചറിഞ്ഞിട്ടും നമ്മുടെ കേരള ഗവൺമെന്റ് പുതിയൊരു ഡാം എന്നുള്ള ആശയവുമായിട്ടാണ് ഇപ്പോഴും പോകുന്നത്. അതിന് ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പുതിയൊരു തുരങ്കം എന്നുള്ള ആശയം നമ്മുടെ കേരളത്തിലെ ജനപ്രതികൾക്കോ ജനങ്ങൾക്കോ 90% ആളുകൾക്കും അറിയില്ല. ഹൈബിയുടെ MP പോലും ഇവിടെ വന്ന ശേഷമാണ് ഈ ആശയം തിരിച്ചറിഞ്ഞത്. നമ്മളുടെ പല MLA-മാരെയും ഞങ്ങൾ ഇതിനിടയിൽ കണ്ടു കഴിഞ്ഞു. അവരെല്ലാം ഞങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയപ്പോഴാണ് ഈ ആശയം തിരിച്ചറിഞ്ഞത്. അതുകൂടാതെ കേരളത്തിലും തമിഴ്നാട്ടിലുമുള്ള എല്ലാ MLA-മാർക്കും MP-മാർക്കും എല്ലാം ഞങ്ങൾ ഈ തുരങ്കം എന്നുള്ള ആശയത്തെ ഒരിക്കൽ കൂടി ബോധവൽക്കരിക്കുവാനായിട്ട് അവർക്കെല്ലാം ലെറ്ററുകൾ അയച്ചിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ സെൻട്രൽ വാട്ടർ കമ്മീഷനും ഞങ്ങൾ ലെറ്റർ അയച്ചിരുന്നു. കഴിഞ്ഞ ഡിസംബർ 10-ന് ഇന്ത്യയിലെ എല്ലാ ഡാമുകളുടെയും അറ്റകുറ്റപ്പണികളും നിയന്ത്രണവും എല്ലാം കൈകാര്യം ചെയ്യുന്ന സെൻട്രൽ വാട്ടർ കമ്മീഷൻ ഈ ഒരു പുതിയ തുരങ്കത്തെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു മറുപടി നമുക്ക് തന്നു. മറ്റൊന്നുമല്ല, കേരള തമിഴ്നാട് ഗവൺമെന്റുകൾ സംയുക്തമായി മുന്നോട്ട് വരികയാണെങ്കിൽ ഈ ഒരു തുരങ്കം നിർമ്മിക്കാനുള്ള എല്ലാ സാങ്കേതിക സഹായങ്ങളും അവർ നൽകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്ര ആധികാരികമായ ഒരു ഉറപ്പ് വരെ നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞു. എന്നിട്ടും 2 സംസ്ഥാനങ്ങളും ഇതിന്റെ അപകടാവസ്ഥ മനസ്സിലാക്കാതെ ഇപ്പോഴും ജനങ്ങൾ അപകടത്തിലായിരിക്കുന്ന ഈ അവസ്ഥയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഒരു സുപ്രഭാതത്തിൽ ഒരു വലിയൊരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നമ്മളെല്ലാവരും മരണത്തിന് കീഴ്പ്പെടേണ്ടതായിട്ട് വരും. അപ്പോ നമ്മുടെ ചുറ്റുമുള്ള ഓരോ കുടുംബങ്ങളിലെയും അച്ഛനമ്മമാരും സഹോദരങ്ങൾ കുട്ടികളുമെല്ലാം വളരെ വലിയൊരു അപകടത്തിന് കീഴിലാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ ആർക്കാണ് വെറുതെ ഇരിക്കാൻ സാധിക്കുക? ആത്മാർത്ഥയും സ്നേഹമുള്ള ഒരു വ്യക്തികൾക്കും വെറുതെ ഇരിക്കാൻ സാധിക്കില്ല. അങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകളാണ് ഈ മുല്ലപ്പെരിയാർ ടണൽ സമരസമിതിയുടെ കീഴിൽ അണിനിരുന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു സത്യം മനസ്സിലാക്കണം. കൂടാതെ ഈ വൈപ്പിൻകര എന്ന് പറയുന്ന പ്രദേശം മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നും 150 കിലോമീറ്റർ അകലെയാണ്. ആളുകളുടെ വിചാരം മുല്ലപ്പെരിയാർ ഡാം അവിടെയാണ്, നമ്മൾ ഇവിടെയാണ്, പിന്നെ എന്തിനാണ് ഇവിടെ ഒരു സമരം? ഈ 150 കിലോമീറ്റർ എന്നുള്ള ദൂരം ഈ ഡാമിന് ഒരു അപകടം സംഭവിച്ചാൽ ഒരിക്കലും ഒരു വലിയ ദൂരമല്ല. 2018-ലെ ദുരന്തം സംഭവിച്ചപ്പോൾ നമ്മൾ എല്ലാവരും അത് തിരിച്ചറിഞ്ഞതാണ്. കാരണം അന്ന് മുല്ലപ്പെരിയാർ ഡാമിലെ 13 ഷട്ടറുകൾ തുറക്കേണ്ടി വരികയും ഈ വെള്ളം നേരെ ഒഴുകി ഇടുക്കിയിലെത്തുകയും ഇടുക്കിയിലെ 1 മീറ്റർ 10 സെന്റിമീറ്റർ ഒരു ഷട്ടർ തുറക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ടാണ് അന്ന് നമ്മുടെ എറണാകുളം ജില്ലയിലെല്ലാം ഉണ്ടായ വെള്ളപ്പൊക്കത്തിന്റെ ഫലം. അപ്പൊ തന്നെ മുല്ലപ്പെരിയാർ ഡാം ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചാൽ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് പറയാതെ തന്നെ അറിയാൻ സാധിക്കും. അപ്പൊ ഇത്രയും വലിയൊരു അപകടത്തിന് കീഴിൽ നിൽക്കുമ്പോൾ ഈ ഒരു അപകടം ഒഴിവാക്കുവാൻ മുല്ലപ്പെരിയാറിൽ പുതിയൊരു ടണൽ എന്ന ഏറ്റവും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാവുന്ന ഒരു സാങ്കേതിക വിദ്യ ഇന്നത്തെ ആധുനിക സാങ്കേതിക വിദ്യകളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ മുമ്പിലുണ്ടായിട്ടും ഈ ഒരു കാര്യം ഇതുവരെ നടപ്പാക്കാതെ പോകുന്നത് നമ്മളെല്ലാം ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യം തന്നെയാണ്. അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ ഒരു ആശയം എത്രയും പെട്ടെന്ന് ജനങ്ങളുടെയും ജനപ്രതികളെയും മുമ്പിലെത്താൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് മുല്ലപ്പെരിയാർ ടണൽ സമരസമിതി 100% ആത്മാർത്ഥമായിട്ട് തന്നെ ഈ സമരവുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എത്ര ക്ലേശങ്ങൾ സഹിച്ചു കഴിഞ്ഞാലും ഈ ഒരു പ്രശ്നം 100% ഒഴിവാക്കി നമ്മുടെ ജനങ്ങളെ സുരക്ഷിതമാക്കിയിട്ട് മാത്രമേ ഈ സമരത്തിൽ നിന്ന് ഞങ്ങൾ പിന്മാറുകയുള്ളൂ. കാരണം നമ്മൾ എന്തെല്ലാം അധ്വാനിച്ച് നേടിയാലും എത്ര പണം ഉണ്ടാക്കിയാലും ഈ ഒരു ദുരന്തം വന്ന് എല്ലാവരും ഇല്ലാതായി കഴിഞ്ഞാൽ ഈ പണം കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും? എന്ത് ഗുണമുണ്ടാവും? അപ്പോ പിന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ എല്ലാവരുടെയും ജീവനും ജീവിതവും ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും സുരക്ഷിതമാക്കുക എന്നുള്ള അടിസ്ഥാന കാര്യങ്ങളാണ്. കാരണം എന്ത് വികസന പ്രവർത്തനങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ വികസനങ്ങളെല്ലാം സുരക്ഷിതമാക്കാനുള്ള ഒരു വഴി നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ ആ വഴി ചെയ്ത് ഈ കാര്യങ്ങളെല്ലാം സുരക്ഷിതമാക്കിയ ശേഷം മറ്റു വികസനങ്ങളുമായി മുന്നോട്ട് വന്നാൽ മാത്രമേ ഇതെല്ലാം നിലനിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ഒരിക്കലും ഇല്ലാതായി മാറും എന്നുള്ള ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം 100% പരിഹരിക്കപ്പെട്ട ശേഷം മാത്രമേ മുല്ലപ്പെരിയാർ ടണൽ സമരസമിതി ഈ സമരത്തിൽ നിന്ന് പിന്മാറുകയുള്ളൂ. അതിനുവേണ്ടി ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുക. ഇപ്പോ 5 മണിയായിരിക്കുന്ന സ്ഥിതിക്ക് ഇന്നത്തെ
ഉപവാസ സമാപന ചടങ്ങ് നിർവഹിച്ച ശേഷം നമ്മുടെ സമരം തുടരുന്നതാണ്. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ ഉപവാസ സമരം അവസാനിപ്പിക്കുന്നതിനായി അവർക്ക് നാരങ്ങ നൽകുന്നതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ക്ഷണിക്കുന്ന ആളുകൾ ഉദ്ഘാടകൻ പ്രൊഫസർ ഡോക്ടർ എ മുഹമ്മദ് ഹത്ത, ഡോക്ടർ സുനിൽ PS, പ്രൊഫസർ റോയ് സർ, മധ്യരത്ന സമിതിയുടെ ജനറൽ സെക്രട്ടറി പ്രൊഫസർ ഡോക്ടർ വിൻസെന്റ് മാളിയേക്കൽ, പ്രകാശൻ സർ എന്നിവർ ക്ഷണിക്കുന്നു. 200-ാം ദിവസം കേരളത്തിലെ 1.5 കോടിയോളം വരുന്ന ജനങ്ങളുടെ ജീവൻ രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന മുല്ലപ്പെരിയാർ സമരത്തിലെ ഇന്ന് ഉപവാസമിരിക്കുന്ന ശ്രീ KV രാജു, ശ്രീമതി ശ്രീമിജിൻ രാജ്, ശ്രീ രമേശ് രവി, ശ്രീമതി ഐഷ രവീന്ദ്രൻ, ശ്രീമതി നിർമ്മലാദേവി, കുമാരി മേരി മിൽക്കി എന്നിവർക്ക് മുല്ലപ്പെരിയാർ ടണൽ സമര സമിതിയുടെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. മുല്ലപ്പെരിയാർ ടണൽ സമരം സിന്ദാബാദ്. മുല്ലപ്പെരിയാർ ടണൽ സമരം വിജയിക്കട്ടെ. നമ്മുടെ ഈ ജനകീയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ വൈപ്പിനികരക്കാരനും എടവനക്കാടുകാരനും കൂടിയായ സമുദ്ര മേഖലയിലെ ശാസ്ത്രജ്ഞനായ സീനിയർ പ്രൊഫസർ ഡോക്ടർ മുഹമ്മദ് ഹത്ത, അദ്ദേഹം കുസാറ്റ് സ്കൂൾ ഓഫ് മറൈൻ സയൻസിന്റെ മുൻ ഡയറക്ടർ കൂടിയായിരുന്നു. ആഗോളതലത്തിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉൾപ്പെടെയുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളെ കുറിച്ച് ഗവേഷണം നടത്തുകയും അതുപോലെ പുതുതലമുറയെ ഈ പ്രശ്നങ്ങളിൽ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രോത്സാഹനം ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. മാത്രമല്ല ഇന്ത്യയുടെ 2ാമത്തെ ആർട്ടിക് പര്യവേഷണ സംഘത്തിൽ അംഗം കൂടിയായിരുന്നു. അദ്ദേഹത്തെ നമ്മുടെ ഈ ജനകീയ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുക. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ രമേശ്, മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തു കൂടിയായിട്ടുള്ള ബഹുമുഖ ശാസ്ത്രജ്ഞൻ പ്രൊഫസർ ഡോക്ടർ സുനിൽ PS, അഡ്വക്കേറ്റ് KS പ്രകാശ്, മുല്ലപ്പെരിയാർ ഏകോപന സമിതി ജനറൽ കൺവീനർ, മൂവാറ്റുപുഴ NIS പ്രസിഡന്റ് പ്രൊഫസർ ഡോക്ടർ വിൻസെന്റ് മാളിയേക്കൽ, ഈ സമരത്തിന്റെ രക്ഷാധികാരി പ്രൊഫസർ CP റോയ്, അധ്യക്ഷൻ പ്രസിഡന്റ് രമേശ് രവി, വൈസ് പ്രസിഡന്റ് VK സന്തോഷ്, ഡേവിഡ് അട്ടിപ്പേറ്റി വൈസ് പ്രസിഡന്റ്, കൂടാതെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള മറ്റു തൽപരരായിട്ടുള്ള ഈ വിഷയത്തിൽ തൽപരരായിട്ടുള്ള മറ്റു മാന്യ സുഹൃത്തുക്കളെ, നാട്ടുകാരെ, ആദ്യമായി ഞാൻ ഈ നാട്ടുകാരൻ തന്നെയാണ്, എടവനക്കാട്ടുകാരൻ തന്നെയാണ്. ഞാൻ കുറേ നാളുകളായിട്ട് ഇതിൻ്റെ മുമ്പിൽ കൂടി പോകുമ്പോൾ ഇതുപോലൊരു സമരപ്പന്തൽ ഞാൻ കാണാറുണ്ട്. പക്ഷെ എനിക്ക് എന്താണ് ഇതിൻ്റെ ഉദ്ദേശം, എന്താണ് ഇവർ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് ഞാൻ കാര്യമായിട്ട് ആലോചിച്ചിട്ടുമില്ല. എന്ന് വെച്ചാൽ മുല്ലപ്പെരിയാർ ഒരു മീഡിയ അറ്റൻഷൻ കറന്റ്ലി ലൈവ് അല്ല. there is writing, പക്ഷേ അത്ര ഒരു ആക്റ്റീവായിട്ട് ഒരു സ്റ്റേജിൽ വളരെ ദി ഇമ്മിനന്റ് ഡിസാസ്റ്റർ ഇപ്പോൾ സംഭവിക്കും എന്നുള്ള നിലയിൽ നിന്നിരുന്ന ഒരു വളരെ ഭീകരമായ ഒരു അവസ്ഥയിൽ നിന്ന് അതിൻ്റെ അറ്റൻഷൻ പല ഇഷ്യൂസിലേക്ക് മാറിപ്പോയി. അപ്പൊ അതുകൊണ്ട് ഞാനത് അത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. പക്ഷേ ഞാൻ ഈ മുല്ലപ്പെരിയാർ ഡാം ഇഷ്യൂ ഫോളോ ചെയ്തിരുന്ന ആൾ തന്നെയാണ്. അപ്പോൾ പലപ്പോഴും അത് ഇങ്ങനെ വളരെ ഒരു ഭീകരമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് എന്നൊക്കെ ആൾക്കാർ പറയുമ്പോഴും മീഡിയയിൽ എഴുതുമ്പോഴും ഞാൻ എൻ്റെ ഒരു ലോജിക്കൽ തിങ്കിങ്ങിൽ ഞാൻ വിചാരിച്ചിരുന്നത് അത്ര വലിയൊരു ഇഷ്യൂ ആയിരിക്കില്ല ഒരു പക്ഷേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ വെള്ളം പരന്നായിരിക്കും ഒഴുകുക, ഒരുപാട് സ്ഥലത്തെ കൂടി അത് ഒഴുകും. അപ്പൊ എത്രമാത്രം വാട്ടർ ഹെഡ് ബിൽഡപ്പ് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് എൻ്റെതായ സംശയം. ഇത് നാച്ചുറലാണ്. ഞാൻ ഫസ്റ്റ് പറയാനത് ഞാനൊരു ആക്ടിവിസ്റ്റോ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ആളോ അല്ല. ഞാൻ വളരെ ക്ലിയർ ആയിട്ടുള്ള സയൻസിൽ താല്പര്യമുള്ള ആളാണ്. സയൻസ് ആണ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് തിങ്. സയൻസിന് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഇഷ്യൂസ് തന്നെയാണ് എപ്പോഴും ഉള്ളത്.
അത് ജനങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ സയന്റിഫിക് ആയിട്ടുള്ള സൊല്യൂഷൻസിലാണ് നമുക്ക് താല്പര്യമുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നതും അതിൽ നല്ലൊരു ശതമാനം റിസൾട്ട് അച്ചീവ് ചെയ്യാനും പറ്റാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ വിചാരിച്ചിരുന്നത് ഇങ്ങനെ ഒരു സംഭവം നടന്നാലും വലിയൊരു ഇഷ്യൂ ഒന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. ടിൽ 2018 പ്രളയം, മഹാപ്രളയം, ദി മഹാഫ്ലഡ് ഓഫ് കേരള, അത് കണ്ടു കഴിഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി ഞാൻ ഐ ആം റോങ്. ഞാൻ ആലോചിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഇതിനൊരു ഡെപ്ത് ഉണ്ട്, ഇതിനൊരു ഗ്രാവിറ്റി ഉണ്ട്. വെള്ളത്തിന് ഈ ലെവൽ ബിൽഡ് ചെയ്യാൻ വലിയ സമയമൊന്നും വേണ്ട. ഈ ലെവൽ ബിൽഡ് ചെയ്ത് ഞാൻ കണ്ടതാണ്. എൻ്റെ വൈഫിൻ്റെ വീട്ടിൽ 1 floor കംപ്ലീറ്റ്ലി അണ്ടർ വാട്ടറാണ്. അപ്പം അന്ന് തൊട്ട് ഞാൻ ഈ പറഞ്ഞ ഒരു ഡാം സേഫ്റ്റി ഇല്ലെങ്കിൽ ഡാം ഒരു ക്രാഷ് ഉണ്ടായി കഴിഞ്ഞാൽ ഇഷ്യൂസിനെ കുറിച്ചിട്ട് ഞാൻ ഒരു കൺസേൺ, ഞാൻ എൻവയോൺമെന്റൽ ഇഷ്യൂസ് റെഗുലറായിട്ട് വായിക്കുന്നതാണ്. ഞാൻ ഫോളോ ചെയ്യുന്നത് മെയിൻലി BBC ആണ്. BBC ന്യൂസിൽ എല്ലാ ദിവസവും ഞാൻ നോക്കും. എല്ലാ ദിവസവും ലോകത്തിലെ പ്രസ്സിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസാസ്റ്റേഴ്സ് ആയിട്ടുള്ള ക്ലൈമറ്റ് ചേഞ്ച് ഇവന്റ്സ്, എക്സ്ട്രീം ക്ലൈമറ്റ് ഇവന്റ്സ് കൊണ്ട് ഉണ്ടാകാവുന്ന ഇഷ്യൂസ് എല്ലാം തന്നെ ഞാൻ ഫോളോ ചെയ്യുന്ന ആളാണ്. അതിന്റെ സയൻസ് എനിക്ക് അറിയാനും താല്പര്യമുണ്ട്, ഞാൻ അത് മനസ്സിലാക്കുന്നുമുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇഷ്യൂ തന്നെയാണത്. അതിന് ഇവര് കേരളവും തമിഴ്നാടും ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു പുതിയ ഡാം കൺസ്ട്രക്ട് ചെയ്യാന്ന് കേരളം പറയുന്നതോ ഇല്ലെങ്കിൽ വാട്ടർ ഹെഡ് കൂട്ടണം എന്ന് തമിഴ്നാട് പറയുന്നതോ രണ്ടും അതിൻ്റെ ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു ഇംപ്ലിക്കേഷൻസ് മനസ്സിലാക്കാതെയോ ഇല്ലെങ്കിൽ മനഃപൂർവ്വം മനസ്സിലായില്ലെന്ന് നടിച്ചുകൊണ്ട് തീരുമാനിക്കുന്നതും ആകാം. ബിക്കോസ് ഈ ജനത്തിന്റെ മെമ്മറി പലപ്പോഴും ഷോർട്ട് ടൈം ആണ്. ആ ഷോർട്ട് ടൈം മെമ്മറിനെ അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്തുകൊണ്ടാണ് പലപ്പോഴും പൊളിറ്റീഷ്യൻസും അല്ലാത്ത ആൾക്കാരും അവരെ മൂവ് ചെയ്യുന്നത്. പക്ഷേ ഒരു വളരെ റിയലിസ്റ്റിക് ആയിട്ടും അല്ലെങ്കിൽ ഒരു സയന്റിഫിക്കലി ഫാർ സൈറ്റഡുമായിട്ടുള്ള ആൾക്കാർ എപ്പോഴും കാണുന്നത് എങ്ങനെയാണ് അടുത്ത തലമുറ, അതിൻ്റെ അടുത്ത തലമുറ, ബിക്കോസ് മനുഷ്യൻ ജീവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അടുത്ത തലമുറ ഞാൻ ഈ പറഞ്ഞ ഈ കിയാമത്ത് നാളിലും അന്ത്യദിനത്തിലൊന്നും വിശ്വസിക്കുന്നൊന്നുമില്ല. മനുഷ്യൻ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കും. വേറെ സ്ഥലങ്ങളിലൊക്കെ ഭൂമിയിലൊക്കെ വേറെ സ്ഥലങ്ങളൊക്കെ ഉണ്ടാകാം, ജീവനുള്ള സ്ഥലങ്ങൾ ഉണ്ടാകാം. അപ്പൊ മനുഷ്യനാണ് ഏറ്റവും കേപ്പബിൾ ആയിട്ടുള്ള സ്പീഷീസ്. മനുഷ്യൻ ഇത്രയും വലിയ ഡാം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്തെ ഡാം ഉണ്ടാക്കാം. ഈ ഡാമിൽ നിന്ന് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അതെന്താണ് സോൾവ് ചെയ്യാനുള്ള ഇഷ്യൂസ് മനുഷ്യന് സാധിക്കും. അപ്പോ ആ പോസിബിലിറ്റീസിൽ ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള, ഞാൻ കഴിഞ്ഞ ദിവസം ഇവര് സമരസമിതിക്കാർ വന്ന് സംസാരിച്ചപ്പോഴാണ് ഞാൻ അതിന്റെ ആ ഒരു ആംഗിൾ മനസ്സിലാക്കുന്നത്. അതായത് ഒരു ടണൽ 50 മീറ്ററിൽ ഇപ്പോൾ ഒരു എക്സിസ്റ്റിംഗ് ടണലുണ്ട്, അത് കൂടാതെ ഒരു 50 മീറ്ററിൽ ഒരു അനദർ ടണൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 50 ഫീറ്റ്, 50 മീറ്റർ അല്ല 50 ഫീറ്റ് അപ്പോൾ ഉണ്ടെങ്കിൽ കുറെ ഡൈവേർഷൻ കൂടി വെള്ളം നടക്കും. ഇപ്പൊ 2 സ്ഥലത്തെ കൂടി വെള്ളം ഡൈവേർട്ട് ചെയ്തു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും വാട്ടർ ലെവൽ ബിൽഡപ്പ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അപ്പോൾ അതൊരു സേഫ് സിറ്റുവേഷൻ ആണ്. പിന്നെ വെള്ളം കൂടുതൽ തമിഴ്നാട്ടിലേക്ക് പോകുന്നതിൽ ഞാൻ മനുഷ്യൻ എന്നുള്ള ഒറ്റ സ്പീഷീസിൽ മാത്രം വിശ്വസിക്കുന്നതാണ്. ഹോമോസാപ്പിയൻ അല്ലെങ്കിൽ മനുഷ്യൻ എന്നൊരു ജാതിയിൽ മാത്രം എനിക്ക് വിശ്വാസമുള്ളൂ. മറ്റുള്ളതൊക്കെ നമ്മൾ ഉണ്ടാക്കി തീർക്കുന്ന കുറച്ച് ചെറിയ നമ്മളുടെ ചെറിയ മസ്തിഷ്കത്തിൽ വരുന്ന കുറെ പാർട്ടീഷൻസ് ആണ്. അതിൻ്റെ അപ്പുറത്ത് അൾട്ടിമേറ്റ് ആയിട്ടുള്ളത് ഹ്യൂമൻ ബീയിങ് എന്നുള്ള ഒറ്റ സാധനം മാത്രമേ ഉള്ളൂ. ഞാൻ ഈ ലോകത്തിലെ എല്ലാ സ്ഥലത്തും പോയിട്ടുണ്ട്, എല്ലാ ഭൂഖണ്ഡത്തിലും പോയിട്ടുണ്ട്, ഒരുപാട് രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്, നോർത്ത് പോളിൽ പോയിട്ടുണ്ട്, സൗത്ത് പോളിൽ പോയിട്ടുണ്ട്, കടലിൽ പോയിട്ടുണ്ട്, പല യുണീക്കായിട്ടുള്ള സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും ഒരുപാട് മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്, താമസിച്ചിട്ടുണ്ട്. അവരെല്ലാവരും സെയിം ഫീലിങ്സും സെയിം ആയിട്ടുള്ള ഒരു നമ്മളുടെ വിചാരങ്ങൾ നമ്മൾ പറയുന്നിടത്ത് എല്ലാ മനുഷ്യരും ഒന്നാണ്. ഹോമോസാപ്പിയൻ എന്ന് പറഞ്ഞ ഒറ്റ സാധനം മാത്രമേ ഉള്ളൂ. അപ്പോ ഈ പറഞ്ഞ നമ്മളുടെ മനുഷ്യന്റെ അത്രയും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സ്പീഷീസിന് ഒരുമാതിരി നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഇഷ്യൂ, അത് ഒന്നില്ലെങ്കിൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള, എനിക്കറിയില്ല, പൊളിറ്റിക്കൽ വിൽ ഈസ് എ മേജർ തിങ്. അവരെന്തെങ്കിലും ഡിഫറൻസസ് ഉണ്ടോയെന്ന് നമുക്കറിയില്ല. അത് നമ്മൾ അവരായിട്ട് സംസാരിക്കേണ്ടതായിട്ട് വരും. കേരളവും തമിഴ്നാടും കൂടി സംസാരിക്കേണ്ടതായിട്ട് വരും. പക്ഷെ അതല്ലാതെ ഇതിനൊരു മൊമെന്റം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നേരത്തെ രമേശ് പറഞ്ഞനുസരിച്ചിട്ട് ഇതിന്റെ ഒരു സക്സസ് എന്ന് പറയുന്നത്, നിങ്ങൾ ഈ പറയുന്ന ഈ 50 ഫീറ്റ് ടണൽ, ഹൗ ഇറ്റ് സോൾവ് ദി പ്രോബ്ലം,
അത് എങ്ങനെ ഒരു ലാർജ് നമ്പർ ഓഫ് ആൾക്കാർ, അതായത് ഒരു പുതിയ ഡാം ഉണ്ടാക്കുക എന്ന് പറഞ്ഞത് ഭയങ്കര ഡിസാസ്റ്റർസ് ആയിരിക്കും, ഒരു സംശയമില്ല. കേരളം ഓൾറെഡി അതിന്റെ ക്യാരിയിങ് കപ്പാസിറ്റിക്ക് മേളിൽ ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പൊ വൈപ്പിങ്കരയിലെ പ്രകൃതിദത്തമായ റിസോഴ്സസിന് സപ്പോർട്ട് ചെയ്യാവുന്ന ഒരു പോപ്പുലേഷൻ ഉണ്ട്. ആ പോപ്പുലേഷൻ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം വളരെ ദുഷ്കരമായിരിക്കും. പക്ഷെ നമ്മൾ എന്താ ചോദിച്ചാൽ ജപ്പാൻ കുടിവെള്ള പദ്ധതി മൂലം വെള്ളം കൊണ്ടുവരുന്നു, അല്ലാത്ത കൊണ്ടുവരുന്നു. പക്ഷെ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ഹ്യൂമൻ സ്പീഷീസ് അതിന് മാനേജ് ചെയ്യുന്നു. പക്ഷേ ലാർജർ എൻവയോൺമെന്റൽ ഇഷ്യൂസ് നമുക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. പവർ ഓഫ് നേച്ചറിന് മുമ്പിൽ നമ്മൾ ഒന്നുമല്ല. ഞാൻ ഒരു എക്സാമ്പിൾ ഞാൻ സ്റ്റഡി ചെയ്തിട്ടൊരു കാര്യമാണ്. അതായത് ജപ്പാൻ ഈസ് ഹൈലി അഡ്വാൻസ്ഡ്. ഞാൻ ജപ്പാനിലെ നിഗാറ്റ യൂണിവേഴ്സിറ്റിയിലെ വിസിറ്റിംഗ് പ്രൊഫസറാണ്. ജപ്പാനിലെ ഫുക്കുഷിമ എന്ന് പറയുന്ന ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഉണ്ട്. ജപ്പാൻ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നിക്കൽ സേഫ്റ്റി എല്ലാം യൂസ് ചെയ്തിട്ടുള്ള സ്ഥലമാണ്. അവിടെ 9.2 റിച്ചർ സ്കെയിലിൽ 9.2 സ്ട്രെങ്ത് ഉള്ള ഒരു സുനാമി വന്നപ്പോൾ ഫുക്കുഷിമ പ്ലാന്റ് ഒക്കെ വെറുതെ ചുമ്മാ ജസ്റ്റ് ലൈക്ക് ദാറ്റ് എടുത്ത് തകർത്ത് കളഞ്ഞു. കംപ്ലീറ്റ് പൂട്ടിയിട്ട് തന്നെ വന്നവര്. ഈ കഴിഞ്ഞ വർഷത്തിലാണ് അവര് വീണ്ടും അത് സേഫ് ആണ് എന്ന് തീരുമാനിച്ചത്. എന്ന് വെച്ച് കഴിഞ്ഞാല് അതുവരെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു സാധനത്തിന്റെ ഇന്റൻസിറ്റി വെച്ചിട്ട് അതിന്റെ ഒരു 10x ഫാക്ടറും കൂടി കൂട്ടിയിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത്. അതാണ് നേരത്തെ പറഞ്ഞ അവിടെയുള്ള കടക്കാരും അല്ലാത്തവരൊന്നും ഇവിടെ ഒന്നും വരാൻ പോകുന്നില്ല, ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമ്മൾ ഈ ഭൂമിയുടെ വയസ്സ് എന്ന് പറഞ്ഞത് 450 കോടി, ജീവൻ ഉണ്ടായിട്ട് 350 കോടി. 350 കോടി വയസ്സുണ്ട് ജീവൻ, ഏറ്റവും ചെറിയ ജീവിക്ക് ഭൂമിയിൽ. അതിങ്ങനെ ജീവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മൾ ഒരു 50, 60, 100 വർഷം എന്ന് വെച്ചാൽ 200 വർഷം ജീവിക്കുന്നു. 200 വർഷമൊക്കെ ഈസി ആയിട്ട് ജീവിക്കും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. 200 വർഷമൊക്കെ ജീവിക്കാൻ മനുഷ്യൻ പല ടെക്നിക്സിൽ കൂടിയും ക്ലോണിങ്ങിൽ കൂടിയും മെഡിക്കൽ അഡ്വാൻസ്മെന്റ്സിൽ കൂടിയൊക്കെ 200 വർഷമൊക്കെ ചിലപ്പോൾ അച്ചീവബിൾ ആയിരിക്കും, വലിയ ഡിഫിക്കൽറ്റി ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ആണെങ്കിൽ തന്നെ ഈ 100-200 വർഷം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വെറുതെ ഒരു സെക്കൻഡേ ഉള്ളൂ. ഭൂമിയുടെ ചരിത്രത്തിൽ, ഭൂമിയിലെ ജീവന്റെ ഹിസ്റ്ററിയിൽ അത് ആകെ ഒരു ഇതായിട്ടേ ഉള്ളൂ, ഒരു ബ്ലിങ്കിങ് ഫിനിഷ്. 350 കോടിയിൽ എവിടെയാണ് ഈ 100 വർഷം? 350 കോടി വർഷം. അപ്പൊ ഈ 350 കോടി വർഷങ്ങളായിട്ട് ജീവൻ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യനൊരു 3 ലക്ഷത്തോളം ഹിസ്റ്ററി ഉണ്ട്. അപ്പോ നമ്മൾക്ക് ഷോർട്ട് ടൈം ആയിട്ടുള്ള നമ്മൾ ആയി കാണുന്നത് എന്താണ്? നമ്മുടെ ഒരു 4 തലമുറ കാണായിരിക്കും മാക്സിമം. ഈ 4 തലമുറയിൽ ഉള്ള കാര്യങ്ങള് ഇപ്പൊ 2018 ഫ്ലഡ്, അതിനൊരു 2000 അല്ലെങ്കിൽ 1918 അതുപോലൊരു ഫ്ലഡ് ഉണ്ടായി എന്ന് പറഞ്ഞപ്പോ ആരെങ്കിലും വിശ്വസിച്ച് കാണും? വളരെ സാധ്യത കുറവാണ്. ആരും കണ്ടിട്ടില്ല. 2004 സുനാമി അടിക്കുമ്പോൾ, സുനാമി ഞങ്ങൾക്ക് പഠിക്കാനുണ്ട്, ജിയോളജിക്കാരുടെ സബ്ജക്റ്റാണ്, നമ്മളെ പഠിപ്പിക്കുന്നതാണ്. അതിനെക്കുറിച്ച് ഷോർട്ട് നോട്ട് എഴുതാനുണ്ടാവും, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഞാൻ 2004 സുനാമി അടിക്കുമ്പോൾ ഞാൻ ഫിജി ഐലൻഡ്സിൽ ഞാൻ എൻ്റെ വാപ്പാനെ വിളിച്ചു. ഞാൻ രാവിലെ, സൺഡേ ആണത്, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. സൺഡേ ഞാൻ ഓഫീസിൽ പോയിട്ട് ഞാനൊരു റിസർച്ച് പേപ്പർ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ രാവിലെ ആസ് യൂഷ്വൽ BBC ന്യൂസ് എടുത്ത് നോക്കി. അപ്പൊ സുനാമി സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്, ഇന്തോനേഷ്യയുടെ കോസ്റ്റിലാണ്, കാഷ്വാലിറ്റി ഉണ്ട്, അതിങ്ങനെ മദ്രാസ് കോസ്റ്റിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വാപ്പാനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ വാപ്പ പറഞ്ഞാൽ ഇവിടെ പ്രശ്നമൊന്നുമില്ല, മദ്രാസിൽ എന്തോ ചെറിയ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, ഇവിടെ ഒന്നും വലിയ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അത് ഞാൻ റിസർച്ച് പേപ്പർ എഴുതിയെല്ലാം കഴിഞ്ഞ് ഒരു വൈകുന്നേരം 5-5:30 ആയപ്പോൾ ഞാൻ ഇറങ്ങാൻ നേരത്ത് വീണ്ടും BBC ഒന്നും കൂടി റിഫ്രഷ് ചെയ്ത് നോക്കുമ്പോഴേക്കും മരണം രൂക്ഷമാണ്. ഒരുപാട് 10-3 ലക്ഷം ഭയങ്കര മരണം. ഞാൻ വീട്ടിൽ വിളിച്ചിട്ട് ആരും ഫോൺ എടുക്കുന്നില്ല, ഒറ്റാളും ഫോൺ എടുക്കുന്നില്ല. ചേച്ചിയുടെ വീട്ടിൽ വിളിച്ചു, അമ്മാവിൻ്റെ, എല്ലാവരും സ്ഥലം വിട്ടു, എല്ലാവരും ഇവിടുന്ന് ഓടിപ്പോയി. ഇവിടുന്ന് എൻ്റെ ചേച്ചി കൊച്ചിൻ റിഫൈനറി അടുത്തുള്ള സ്കൂളിൽ താമസിക്കുന്നുണ്ട്, അങ്ങോട്ടേക്ക് എല്ലാവരും പോയി. അപ്പോ നമ്മള് ഈ പറയുന്ന എക്സ്പീരിയൻസ് അതുവരെ ഞാൻ പറയാൻ കാരണം, ഇതേ ഞാൻ ആ സമയത്ത് ഇവിടെ ഉണ്ടെങ്കിൽ സുനാമി വരുന്നെന്ന് പറഞ്ഞാൽ ഞാൻ കടപ്പുറത്ത് പോയി നിൽക്കും. സുനാമി എന്താണെന്ന് കാണാനുള്ള ആകാംക്ഷ കൊണ്ട് ഞാൻ പോയി നിൽക്കും. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ബിക്കോസ് ഇറ്റ് ഈസ് സോ ക്യൂരിയസ് ടു മീ. എന്താണ് സുനാമി, എന്താണ് സംഭവം, ഇത്ര വലിയൊരു സംഭവം, എന്താ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലല്ലോ. പക്ഷെ അതിനുശേഷം ഞാൻ പലപ്പോഴും ഇതിലെ യാത്ര ചെയ്യുമ്പോൾ സുനാമി വാർണിംഗ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ പോലീസ് അനൗൺസ് ചെയ്യുന്നു, ആൾക്കാർ അപ്പൊ തന്നെ സ്ഥലം വിടണം. ആൾക്കാർ പേടിയായി തുടങ്ങി. ഇപ്പോ വാട്ടർ ഫ്രണ്ട് അപ്പാർട്ട്മെന്റ്സ്, ഈ പറഞ്ഞ ഫ്ലഡ് പ്ലെയിൻസിന്റെ സൈഡിലുള്ളടത്ത് ഡിമാൻഡ് കുറവാണ്. ബിക്കോസ് കേരളത്തിൽ മഴ കൂടാനുള്ള സാധ്യത ഈ വർഷം മൺസൂൺ എക്സസ് ആണ് പ്രഡിക്റ്റ്. ഇന്നലെ IMD, അതായത് ഇന്ത്യ മെറ്ററോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രഡിക്ഷനിൽ മഴ കൂടുതൽ. സ്വാഭാവികമായിട്ട് ഞാനൊരു കാര്യം പറയാം,
കടൽ ചൂട് കൂടിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ഒരു സംശയമില്ല. ഈ ചൂട് കൂടിക്കൊണ്ട് നമ്മളുടെ ഭൂമിയുടെ 2/3 ഭാഗം വെള്ളമാണ്, സമുദ്രമുണ്ട്. ഈ സമുദ്രത്തിൽ നിന്ന് ഒരുപാട് ജലം ബാഷ്പീകരിച്ച് പോകുന്നുണ്ട്. ഈ ബാഷ്പീകരിച്ച് മേളിലേക്ക് പോകുന്ന വെള്ളം എല്ലാം താഴത്തേക്ക് വന്നേ പറ്റൂ. എവറിത്തിങ് ഈസ് എ സൈക്കിൾ, എവറിത്തിങ് ഈസ് ബാലൻസ്. അപ്പൊ ആ ബാലൻസിന് വേണ്ടിയിട്ട് ഈ വെള്ളം എവിടെയെങ്കിലും കണ്ടൻസ് ചെയ്യും, ഒരു സംശയമില്ല. അപ്പൊ എത്രമാത്രം വെള്ളം മേളിലോട്ട് കൂടുതൽ പോകുന്നുണ്ടോ അത്രമാത്രം വെള്ളം താഴത്തേക്ക് വരും. ഇത് കേദാർനാഥിലായിരിക്കോ, മറ്റേ ഋഷികേശിലായിരിക്കോ, കറാച്ചിയിലായിരിക്കോ, ഇവിടെ മെൽബണിലായിരിക്കോ പറയാൻ പറ്റില്ല. അത് മോഡൽ ചെയ്യാൻ ഒരുപാട് ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് സയന്റിസ്റ്റ്, ഞങ്ങളുടെ മറൈൻ സയൻസിൽ ഇക്കോളജിക്കൽ മോഡലിംഗിൽ, ഐ മീൻ ക്ലൈമറ്റ് മോഡലിംഗ് ഒരു മേജർ ഏരിയ ആണ്, ഒരുപാട് സ്റ്റഡി ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ തന്നെ ആർട്ടിക്കിലും അന്റാർട്ടിക്കിലൊക്കെ പോകുന്ന കുറെ കാര്യം, ടെലി കണക്ഷൻസ് ബിറ്റ്വീൻ ആർട്ടിക് ആൻഡ് അന്റാർട്ടിക്. ഞാൻ ആദ്യം 2009 ആർട്ടിക്കിൽ പോകുമ്പോൾ സെക്കൻഡ് ആർട്ടിക് എക്സ്പെഡിഷന്റെ ടീം ലീഡറായിട്ടാണ് ഞാൻ പോയത്. അന്ന് ഐസ് കവർ ചെയ്തിടയ്ക്കാണ്. അതിനുശേഷം എല്ലാ വർഷവും ഞാൻ എന്റെ സ്റ്റുഡൻസിനെ അയക്കുന്നുണ്ട്. ഇപ്പൊ എന്റെ സ്റ്റുഡൻസ് പോകുമ്പോ ഒരു ഐസും ഇല്ല, ഒന്നുമില്ല, ഉണങ്ങിക്കിടക്കുകയാണ്. അത്രയും ഐസ് മെൽറ്റ് ചെയ്ത് പോയി. ഞാൻ പറയുന്നത് വെറുതെ പറഞ്ഞു, ഞാൻ നിങ്ങൾ പരമ്പരയെ കൊണ്ടുവന്ന് പവർ പോയിന്റ് പ്രസന്റ് ഉണ്ടായി കാണിച്ചു തരാം. അപ്പൊ ഈ ഐസ് മെൽറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് വളരെ ക്ലിയർ ആണ്. അവിടെ ഇൻഡസ്ട്രീസിൽ ഒന്നുമില്ല. പക്ഷേ ഇവിടെ ഉണ്ടാകുന്ന ചൂട് അറ്റ്മോസ്ഫിയറിക് ട്രാൻസ്പോർട്ടിൽ കൂടി എല്ലാ സ്ഥലത്തേക്കും പോകും. തണുപ്പുള്ള സ്ഥലത്ത് അത് മെൽറ്റ് ചെയ്യും. മെൽറ്റ് ചെയ്ത് വെള്ളം വരും. വെള്ളം ഇപ്പൊ ഞാൻ ഈ കപ്പിലുള്ള വെള്ളം നിലത്തോട്ട് ഒഴിച്ച് ഇവിടെ പരന്നൊഴുകും. അപ്പൊ ഇത്രയും വലിയ ഐസ് മല മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം വന്നേ കടലിലോട്ട് പരന്നൊഴുകും. കടലിന്റെ ലെവല് അപ്പാകും. നമുക്ക് കാണാവുന്നതല്ല, ഈ വൈപ്പിങ്ങരയുടെ കിഴക്ക് വശത്തും പടിഞ്ഞാറ് വശത്തും 30% സ്ഥലം ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റും. ഇപ്പൊ ആൾക്കാർ വെള്ളത്തിലാണ്. ഞാൻ ഈ സ്ഥലത്ത് എല്ലാ ദിവസവും പോകുന്നതാണ്. എനിക്കൊരു സ്ഥലമുണ്ട്. ഞാൻ ഈ നാട്ടിൽ തന്നെ താമസിക്കുന്ന ആളാണ്. സോ ദിസ് ഈസ് വെരി റിയൽ. അപ്പൊ നമുക്ക് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ലോങ് ടേം ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാനുള്ള കാഴ്ചപ്പാട് കുറവ്. ഈ കാഴ്ചപ്പാട് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് ഇതൊരു സയന്റിഫിക് ആയിട്ട് എങ്ങനെ ലാർജ് നമ്പർ ഓഫ് ആൾക്കാർക്ക് നിങ്ങൾ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും, അതിനുള്ള ഏറ്റവും നല്ലൊരു എഫേർട്ടാണ് നിങ്ങൾ എടുക്കുന്നത്. വളരെ നല്ലൊരു എഫേർട്ടാണ്. എത്രമാത്രം റീച്ച് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ഇവർ വരുമ്പോഴാണ് എനിക്ക് ഇതിന്റെ ഈ ഒരു ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻ വിച്ച് വാസ് വെരി അട്രാക്റ്റീവ് ടു മീ. വളരെ ഒരു പ്രതീക്ഷയുള്ള വളരെ നല്ല ഒരു ഗ്രീൻ ആയിട്ടുള്ള ഐഡിയ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ആ ഒരു ഐഡിയ ലാർജ് നമ്പർ ഓഫ് ആൾക്കാർക്ക് ഉണ്ടാകുകയും നമ്മളൊരു പൊളിറ്റിക്കൽ ക്ലാസ് ക്രീഡിന്റെ അപ്പുറത്തേക്ക് മനുഷ്യൻ എന്നുള്ള ഒരു ജാതിയും അവരുടെ ഒരു സുരക്ഷിതമായുള്ള ജീവിതവും മുന്നേറ്റവും ഒക്കെ ആഗ്രഹിച്ചുകൊണ്ട് ഒന്നിച്ച് നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ, ഒന്നിച്ച് നിന്നുകൊണ്ട്, there is no point in political clash when issue. നമുക്ക് പൊളിറ്റിക്സ് ഉണ്ടാകണം. പക്ഷേ കോമൺ ആയിട്ട് നമ്മളുടെ എക്സിസ്റ്റൻസിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളിൽ പൊളിറ്റിക്സിന്റെ അപ്പുറത്തും നിന്നുകൊണ്ട് ശാസ്ത്രീയമായിട്ട് അനലൈസ് ചെയ്യാനും അതിന് എഫക്റ്റീവായിട്ടുള്ള സ്ട്രാറ്റജീസ് കളക്റ്റീവായിട്ട് സജസ്റ്റ് ചെയ്യാനും അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പ്രസ് ചെയ്യാനും സാധിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഒരു മാസ് മൂവ്മെന്റ് ആയിട്ട് മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മാസ് മൂവ്മെന്റ് ആയിട്ട് മാറാനുള്ള ഒരു ഐഡിയ ഉണ്ട്. അതിൻ്റെ അകത്ത് ഐഡിയ ഈസ് വെരി അട്രാക്റ്റീവ്. ആ ഐഡിയ ഇഫ് യു ക്യാൻ ടേക്ക് ഇറ്റ് ഫോർവേഡ് ടു ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ, സ്വാഭാവികമായിട്ടും ആ ഐഡിയ വിൽ ഗെയിൻ മൊമെന്റം. ഈ മൊമെന്റം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇപ്പൊ ഞാൻ ഇങ്ങനെ ഇട്ട് ആട്ടി ഒരു സ്റ്റേജിൽ ആട്ടിൽ ഭയങ്കരമായിട്ട് കൂടിക്കഴിഞ്ഞാൽ ഇത് തന്നെത്താനായിട്ട് ഇത് ഫോഴ്സ് കൂടിക്കൊണ്ടിരിക്കും. അതിന് നമ്മൾ മൊമെന്റം എന്ന് പറഞ്ഞാൽ ആ മൊമെന്റം പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആ മൊമെന്റം പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും പ്രിവെന്റ് ചെയ്യാൻ പറ്റില്ല. അത് ആ മൊമെന്റത്തിൽ തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതുപോലത്തെ ഒരു മൊമെന്റം ബിൽഡ് ചെയ്യാനായിട്ട് ഈ പറഞ്ഞ മുല്ലപ്പെരിയാർ ടണൽ സമരത്തിന് അതിന്റെ ഭാരവാഹികൾക്ക് അതിന്റെ പ്രൊമോട്ടേഴ്സിന് സാധിക്കട്ടെ എന്നും സയന്റിഫിക് ആയിട്ടുള്ള എല്ലാ ഇഷ്യൂസിലും ഞാൻ വളരെ താല്പര്യനാണ്. സ്വാഭാവികമായിട്ടും സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ ഇഷ്യൂസിലും ഞാൻ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യും. അതിനകത്തൊരു സംശയമില്ല. അപ്പോൾ ഈ സമരം 200 ദിവസം വളരെ സക്സസ്ഫുൾ ആയിട്ട് ക്രോസ് ചെയ്തിരിക്കുന്നു. ഇനിയും അത് കണ്ടിന്യൂ ചെയ്യും. അത് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു മൊമെന്റം കൂടി ബിൽഡ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് ഇറ്റ്സ് ഓൺലി എ മാറ്റർ ഓഫ് ടൈം. കുറച്ച് സമയത്തുള്ള അതൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗോൾ ആയി മാറുന്നു. അത് അച്ചീവ് ചെയ്യുന്നു ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഈ സമരം 200ാമത്തെ ദിവസത്തെ റിലേ ഉപവാസം
ഉദ്ഘാടനം ചെയ്തതായിട്ടും ഈ ടണൽ സമര സമിതിക്കും അവരുടെ ആശയത്തിനും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെയും പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിക്കും. താങ്ക് യു എവരിവൺ. അടുത്തതായി നമ്മളോട് മുഖ്യപ്രഭാഷണം ചെയ്യാൻ പോകുന്നത് ഭൗമ ശാസ്ത്രജ്ഞനായ ഡോക്ടർ സുനിൽ PS ആണ്. അദ്ദേഹം കുസാറ്റ് സ്കൂൾ ഓഫ് മറൈൻ സയൻസിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മറൈൻ ജിയോളജി ആൻഡ് ജിയോഫിസിക്സിന്റെ മേധാവിയും പ്രൊഫസറും കൂടിയാണ്. ഭൂമികുലുക്കം, ടെക്ടോണിക് പ്ലേറ്റുകളുടെ ചലനം തുടങ്ങിയ കാര്യങ്ങൾ, ടെക്ടോണിക് പ്ലേറ്റുകളുടെ ചലനം മൂലമാണ് ഭൂഖണ്ഡങ്ങളെല്ലാം ഉണ്ടായതും ഹിമാലയം പോലെയുള്ള പർവ്വതങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം ഗവേഷണം നടത്തുന്ന അദ്ദേഹത്തിന് ഈ ഒരു കാര്യത്തിൽ വളരെ ആധികാരികമായി നമ്മളോട് സംസാരിക്കാൻ സാധിക്കും. അദ്ദേഹത്തെ ക്ഷണിച്ചോളുക. എല്ലാവർക്കും നമസ്കാരം. മുല്ലപ്പെരിയാർ ടണൽ സമരസമിതിയുടെ കൺവീനറും ഇന്നത്തെ ഈ ഒരു യോഗത്തിൻ്റെ അധ്യക്ഷനുമായ ശ്രീ രമേശ് രവി അവർ, നമ്മുടെ ഇന്നത്തെ 26ാമത്തെ ദിവസം സമരസമിതിയുടെ ഈ 26ാമത്തെ ദിവസം ഉദ്ഘാടനം ചെയ്ത് നമ്മോട് സംസാരിച്ച എൻ്റെ വളരെ അടുത്ത സുഹൃത്തും സീനിയറുമായ പ്രൊഫസർ മുഹമ്മദ് ഖത്താ സാർ, പിന്നെ ഇവിടെ നമ്മുടെ ഇതിൻ്റെ ശ്രീ അഡ്വക്കേറ്റ് KS പ്രകാശ്, അതുപോലെ തന്നെ റോയ് സാർ, മറ്റിവിടെ വന്നിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, നമ്മുടെ മറ്റ് നാട്ടുകാരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ. ഖത്താ സാറ് പറഞ്ഞ പോലെ തന്നെ ഞാനും ഇതിലൊരു ഈ ഒരു സമരത്തെപ്പറ്റി എനിക്ക് കൂടുതൽ അറിവില്ലായിരുന്നു. ഇന്നലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ഇതിൻ്റെ രക്ഷാധികാരികളെല്ലാം അവിടെ സാറിനെ വിളിക്കാൻ വന്ന സമയത്ത് യാദൃച്ഛികമായിട്ട് ഞാനിതിനെപ്പറ്റി അറിഞ്ഞതും ഈ സമരത്തെപ്പറ്റി, കാരണം നമുക്കെല്ലാവർക്കും അറിയാം മുല്ലപ്പെരിയാറിൻ്റെ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട അതിൻ്റെ എത്രത്തോളം അതിൻ്റെ കാഠിന്യമേറിയതും അതുപോലെ തന്നെ വളരെ പ്രാധാന്യമേറിയതുമായുള്ള കാര്യമാണ് നമുക്കെല്ലാം അറിയാമെങ്കിൽ പോലും സാറ് സംസാരിച്ച പോലെ നമ്മൾ ചില സമയങ്ങളിലും മാധ്യമങ്ങൾ കൂടിയോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായും എന്തെങ്കിലും ചർച്ചകൾ വരുന്ന സമയങ്ങളിലാണ് അതിൻ്റെ ഒരു അറ്റൻഷൻ, ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കപ്പെടുകയും കുറച്ചാൾ കഴിയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് മറന്നു പോകുന്നൊരു അവസ്ഥയാണ് ഉള്ളത്. ആദ്യമായി തന്നെ ഈ എറണാകുളത്തെ നമ്മുടെ ഈ ഒരു തീരദേശ പ്രദേശത്ത് നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്യുന്ന കാര്യം കിലോമീറ്ററുകൾക്ക് അപ്പുറത്താണെങ്കിൽ പോലും അതിനെപ്പറ്റിയുള്ള അതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ കൂടിയിരിക്കുന്ന അതുപോലെ ഈ എല്ലാവർക്കും ആദ്യമായി എൻ്റെ അഭിനന്ദനം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ 200ാമത്തെ ദിവസം പങ്കെടുത്തു. ഇനിയും ഈ ഒരു സമരം കൂടുതൽ ദിവസം പോകാതെ തന്നെ എത്രയും പെട്ടെന്ന് ഈ സമരം ഇതിനൊരു എന്താ പറയുക, അതിനൊരു റിസൾട്ട് വന്നുകൊണ്ട് സാറ് പറഞ്ഞ പോലെ എത്രയും പെട്ടെന്ന് വേണ്ടപ്പെട്ട അധികാരികൾ അതിൻ്റെ പ്രാധാന്യത്തോടു കൂടി കണ്ടെത്തിക്കൊണ്ട് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മളിപ്പം പറഞ്ഞു, ഇതിൻ്റെ അധ്യക്ഷനും അതുപോലെ തന്നെ ഉദ്ഘാടനം സംസാരിച്ച പോലെ നമ്മൾ ഇതിനെ കണ്ടിരുന്നത് ഒരു പുതിയ ഡാം എന്ന കാഴ്ചപ്പാടായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു എൻ്റെയും ഒരു കാഴ്ചപ്പാട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാം അറിയാം, ഈ പറയുന്ന കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രകൃതി ദുരന്തങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ നമ്മളെല്ലാം മറ്റുള്ള സംസ്ഥാനങ്ങളിലെ പോലെ പത്രങ്ങളിൽ കൂടിയോ മാധ്യമങ്ങളിൽ കൂടിയോ നമ്മൾ വായിച്ചുള്ള പരിചയങ്ങളും നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഒട്ടുമുക്ക ആൾക്കാർ ഈ പറഞ്ഞ മിക്ക പ്രകൃതി ദുരന്തങ്ങളും അനുഭവിച്ച് കഴിഞ്ഞിരിക്കുന്നവരാണ്. ഇപ്പോഴത്തെ കാലാവസ്ഥ വ്യതിയാനമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ പ്രകൃതി ദുരന്തങ്ങൾ നമ്മൾ പണ്ടൊക്കെ ഈ പറഞ്ഞ വെള്ളപ്പൊക്കമോ അല്ലെങ്കിൽ പിന്നെ കൊടുങ്കാറ്റോ മണ്ണിടിച്ചിലോ ഇതൊക്കെ നമ്മൾ വല്ലപ്പോഴും കേട്ടിരുന്നതാണെങ്കിൽ ഇപ്പം എല്ലാ വർഷവും നമ്മൾ തുടർച്ചയായിട്ട് ഓരോ പ്രാവശ്യവും മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് എല്ലാവർക്കും ഒരു ആദിയാണ്. തീരദേശ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ കടൽ കയറ്റം, അതുപോലെ തന്നെ ഇവിടുത്തെ തീരദേശ ശോഷണമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ബുദ്ധിമുട്ടുകൾ, നമ്മൾ കുറച്ചും കൂടെ ഒരു ഹൈലാൻഡിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ വർഷമായിട്ട് മണ്ണിടിച്ചിൽ, അതുപോലെ തന്നെ മഴയായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മണ്ണിടിച്ചിലും അതുപോലെ നമുക്ക് അറിയാം കഴിഞ്ഞ വർഷം നടന്നതും നമ്മുടെ പിന്നെ ചൂരൽമലയിലും അതിനു മുമ്പുള്ള പിന്നെ നമ്മുടെ മൂന്നാർ നടന്ന മണ്ണിടിച്ചിലും ഒക്കെ ബന്ധപ്പെട്ട് എത്രയോ ജീവനുകളാണ്. ഇതെല്ലാം കാലാവസ്ഥയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. നമുക്കിനി ഈ ഒരു പ്രകൃതി ദുരന്തം എന്ന് പറയുന്നത് ബാക്കിയുള്ളത് ഈ പറഞ്ഞ ഭൂകമ്പം പോലുള്ളൊരു പ്രകൃതി ദുരന്തമായിട്ട് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പം അതുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മളെല്ലാം ആലോചിക്കും, നമുക്ക് ഏതെങ്കിലും ഭൂകമ്പമായിട്ട് പേടിക്കേണ്ട കാര്യമില്ല. എങ്കിൽ പോലും നിങ്ങളൊക്കെ അറിയാം, ഈ കഴിഞ്ഞ എന്താ പറയുക ഫെബ്രുവരി മാസത്തിൽ പാലക്കാടൊക്കെ ഓൾമോസ്റ്റ്
ഒരു 3.2 പിന്നെ ഇത് മാഗ്നിറ്റ്യൂഡ് ആയിട്ട് ബന്ധപ്പെട്ട എർത്ത് ക്വേക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ഈ ഇടുക്കി ജില്ലകളിലും നമുക്കിപ്പോൾ നിലവിലുള്ള കണക്കും അല്ലെങ്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കണക്കും പ്രകാരം 4.8 മാഗ്നിറ്റ്യൂഡ് റിച്ചർ സ്കെയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭൂകമ്പമാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഒക്കെ അറിയാം, ഇതിപ്പം ഓൾമോസ്റ്റ് നമ്മുടെ ഈ മുല്ലപ്പെരിയാർ ഡാം ആണെങ്കിൽ പോലും ഏതാണ്ട് 129 വർഷം പഴക്കമുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കിപ്പോൾ ഇതിൻ്റെ ഒരു കാലാവധി എന്ന് പറയുന്നത് 100 വർഷത്തേക്കാണ് പണിയുന്നത്, അല്ലെങ്കിൽ 50 വർഷം കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ ശോഷണം വന്നു കഴിയും. അതിന് ഭാഗമായിട്ട് ഇതിന് പലതരത്തിലുള്ള ലീക്കേജുകളുണ്ട്. ആ ലീക്കേജുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അതുമായിട്ടുള്ള എന്താ പറയുക റിപ്പയറിംഗ് വർക്കൊക്കെ നടന്നു കഴിഞ്ഞപ്പോഴാണ് ജനങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതും അതുപോലെ തന്നെ ഇത് എത്രത്തോളം നമ്മുടെ ജീവനുമായിട്ട് ബന്ധപ്പെട്ടും ജീവന് ഭീഷണിയായി നിൽക്കുന്ന ഒരു വലിയൊരു കൺസ്ട്രക്ഷനാണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. നമ്മൾ ഈ ഒരു ഡാം കൺസ്ട്രക്ഷൻ ഞാൻ കുറച്ച് ഭൗമശാസ്ത്രപരമായി കൂടുതൽ നിങ്ങളെ ബോറടിപ്പിക്കാൻ വേണ്ടിയല്ല, അതിൻ്റെ ഒരു സാങ്കേതികമായ വശങ്ങൾ 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തിക്കൊള്ളാം. നമുക്കെല്ലാം അറിയാം, നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഈ പ്രതലം എന്ന് പറയുന്നത് നമുക്ക് ഭൂമി സൂര്യന് ചുറ്റും ഭൂമി ചുറ്റുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ സ്വന്തം അച്ചുതണ്ടിൽ ഭൂമി ചുറ്റുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് രാത്രിയും പകലും ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഇതിനെ കൂടാതെ നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന പ്രതലം എന്ന് പറയുന്നത് തന്നെ ഈ രണ്ട് ചുറ്റലുകൾ കൂടാതെ തന്നെ ഒരു മൂവ്മെന്റ് നടക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഇന്ത്യൻ ഫലകം എന്ന് പറയും, പലതരത്തിലുള്ള പ്രധാനപ്പെട്ട 7 ഫലകങ്ങളുണ്ട്. അല്ലെങ്കിൽ ടെക്ടോണിക് പ്ലേറ്റ് എന്ന് നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞ പോലെ ടെക്ടോണിക് പ്ലേറ്റ് അല്ലെങ്കിൽ ഭൗമ ഫലകങ്ങളുണ്ട്. ഇതിൻ്റെ ഇത് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ഇന്ത്യൻ ഫലകത്തിൻ്റെ മൂവ്മെന്റ് അല്ലെങ്കിൽ ചലനം എന്ന് പറയുന്നത് വർഷത്തിൽ 5 സെന്റിമീറ്റർ, 4 തൊട്ട് 5 സെന്റിമീറ്ററോളം. നമുക്കറിയാം 4 തൊട്ട് 5 സെന്റിമീറ്റർ ഏതാണ്ട് ഇത്രയും നീളം. പക്ഷേ ഇതിന്റെ ഭാഗമായിട്ടാണ് ഇത് തൊട്ടടുത്ത് അപ്പുറത്തുള്ള വേറൊരു ഫലകമായിട്ടുള്ള നമ്മുടെ ടിബറ്റും ചൈനയൊക്കെ ചെയ്യുന്ന യുറേഷ്യൻ ഫലകം എന്ന് പറയും. അതുമായിട്ട് കൂട്ടിമുട്ടൽ സംഭവിക്കുന്നുണ്ട്. ഇത് ഏതാണ്ട് 200 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. ഇത് അന്റാർട്ടിക്കയിൽ നിന്ന് 200 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് വിട്ടുപിരിയുകയും കൊണ്ട് ഒരു 50 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് ഇത് കൂട്ടിമുട്ടൽ തുടങ്ങി. അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഹിമാലയമൊക്കെ രൂപപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നമുക്കറിയാം, എല്ലാ വർഷവും ഇപ്പോൾ 2015 ഒരു വലിയ നേപ്പാളിൽ ഹിമാലയത്തിൽ ഒരു ഭൂകമ്പം നടന്നു. ഓൾമോസ്റ്റ് 1 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ മരിച്ചു. ഈ കഴിഞ്ഞ മാസം 1 മാസം പോലും ആയില്ല, നമ്മുടെ തൊട്ടടുത്തുള്ള മ്യാൻമാറിൽ ഒരു ഭൂകമ്പം നടന്നു. ഏതാണ്ട് റിച്ചർ സ്കെയിൽ 7.8 രേഖപ്പെടുത്തിയ. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി ഇത്തരം പ്രദേശങ്ങളിൽ ഈ കൂട്ടിയിടിക്കപ്പെടുന്ന ഫലകത്തിൻ്റെ നമ്മുടെ അതിർവരമ്പുകളിൽ മർദ്ദം രൂപീകരിക്കും, അതായത് സ്ട്രെസ് ബിൽഡപ്പ് ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം ചോദിക്കും, നമുക്ക് ഇത്രയും 10,000-2000 കിലോമീറ്ററോ 3000 കിലോമീറ്റർ ഇപ്പുറത്തുള്ള നമുക്ക് ഇതിനായിട്ട് ബന്ധമുണ്ടോ? നമുക്കിതുമായിട്ട് ബന്ധമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് നമുക്ക് 1964 ഇതേപോലെ നമ്മുടെ ഇടുക്കി ഡാം പോലെ പിന്നെ മുല്ലപ്പെരിയാർ ഡാം പോലെ വെസ്റ്റേൺ മഹാരാഷ്ട്രയിൽ കൊയ്ന എന്ന് പറഞ്ഞൊരു ഡാം കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ അവരതിനു മുമ്പ് ജിയോളജിക്കലായിട്ടും ജിയോ ഫിസിക്കലായിട്ടും ഒക്കെ ഒത്തിരി സർവേകൾ നടത്തും, പലതരത്തിലുള്ള പഠനങ്ങൾ നടത്തിയിട്ട് ഏറ്റവും സ്റ്റേബിളായിട്ടൊരു സ്ഥലമായിട്ടാണ് അവരതിനെ കണ്ടെത്തി. അവിടെ ഡാം 1955 സ്റ്റാർട്ട് ചെയ്തു. 1964 ആയപ്പോൾ അത് കമ്മീഷൻ ചെയ്തു. 1967 ആയപ്പോൾ 6.8 രേഖപ്പെടുത്തിയ ഒരു വലിയ ഭൂകമ്പം നടന്നു. പക്ഷേ ആ ഡാമും അതിൻ്റെ കൺസ്ട്രക്ഷനും ഒക്കെ വളരെ പുതിയതായതുകൊണ്ടും കൺസ്ട്രക്ഷൻ അത്രത്തോളം പിന്നെ നല്ല രീതിയിലായതുകൊണ്ടും വലിയ കുഴപ്പങ്ങളൊന്നും സംഭവിച്ചില്ല. എന്നാലും നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ, കേരളത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ഇപ്പം രേഖപ്പെടുത്തി 2001 4.8 രേഖപ്പെടുത്തിയ ഭൂകമ്പം വരെ ഇടുക്കി മേഖലകളിൽ രൂപപ്പെട്ടിട്ടുണ്ട്. നമ്മൾ സാധാരണ പത്രങ്ങളിൽ ഒരു ഭൂകമ്പം ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് 2 രീതിയിലാണ് പറയുന്നത്. നമ്മൾ ഈ പറയുന്ന 7ഓ 8ഓ രേഖപ്പെടുത്തുമെന്ന് പറയുന്നത്. അത് നമ്മൾ കമ്പയർ ചെയ്യുമ്പം ഇപ്പം സപ്പോസ് 4 രേഖപ്പെടുത്തിയ ഒരു ഭൂകമ്പം അല്ലെങ്കിൽ അടുത്തൊരു ഭൂകമ്പം വരുന്നു 5, നമ്മൾ വിചാരിക്കും ഈ പറഞ്ഞ പോലെ ഒരു വ്യത്യാസമേ ഉള്ളൂ. പക്ഷെ അങ്ങനല്ല. ശരിക്കും 4 5 പറയുന്നതിന് വ്യത്യാസം 32 തവണ അതിനെക്കാട്ടിയും. ഇതിന് ലോഗരിതമിക് സ്കെയിൽ എന്ന് പറയും. ഒരു 4ഉം 5ഉം തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഇതിൽ നിന്ന് റിലീസ് ചെയ്യുന്ന എനർജി അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്രോതസ് എന്ന് പറയുന്നത് ഏതാണ്ട് 32 തവണ 10 മടങ്ങായിരിക്കും. അപ്പോൾ ഒരു 4 പോയിന്റ്, നമുക്ക് സാധാരണ ഒരു മോഡറേറ്റ് ടൈപ്പ് ഭൂകമ്പം എന്ന് പറയുന്നത് 5 എന്ന് പറയുന്നതാണ്. നമുക്ക് ഇടുക്കിയിൽ 4.8 വരെ വന്നു കഴിഞ്ഞു, അല്ലെങ്കിൽ 4.3 വരെ വന്നു കഴിഞ്ഞു. 4.3 അല്ലെങ്കിൽ 5 എന്ന് പറയുമ്പോൾ അടുത്തൊരു എർത്ത് ക്വേക്ക് എന്ന് പറഞ്ഞാൽ ആ ഉണ്ടായ എർത്ത് ക്വേക്കിനെക്കാട്ടിയും ഒരു വാല്യൂ അല്ല കൂടുന്നത്. 32 തവണ 10 മടങ്ങുകൾ വർദ്ധിക്കുന്നുള്ളതാണ്.
അപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ കേരളത്തിലും ഇടുക്കി ഡാം കൺസ്ട്രക്ട് ചെയ്തപ്പോഴും എല്ലാവരും വിചാരിച്ചിരുന്നത് 125 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 30 വർഷങ്ങൾക്ക് മുമ്പ് കൺസ്ട്രക്ട് ചെയ്ത സമയത്തും ഇത് വളരെ സ്റ്റേബിൾ ആയെന്നുള്ള ഒരു പരിഗണനയായിരുന്നു. കാരണം നമുക്ക് വെള്ളം ആവശ്യമുണ്ട്, പവർ ആവശ്യമുണ്ട്, മറ്റേ ജലസേചന ആവശ്യങ്ങൾക്ക് ഡാമിൻ്റെ അത്യാവശ്യമാണ്. എന്നാൽ ഈ പറയുന്ന ഈ ഡാം കൺസ്ട്രക്ട് ചെയ്ത പെരിയാർ ലീനിയമൻ എന്ന് പറയും, നമുക്കറിയാം പെരിയാർ നദി ഉണ്ടല്ലോ, പെരിയാർ നദി റിവർ ഒഴുകുന്നത് തന്നെ ഒരു ലീനിയമൻ, ഭൂമിയിൽ ഒരു വലിയൊരു വിള്ളലിൽ കൂടെയാണ്. അപ്പോൾ സാധാരണ നമുക്കിപ്പോൾ അറിയാം, മഴ പെയ്യുമ്പം ഈ എർത്ത് ഇപ്പോൾ ഈ അടുത്ത് വരുന്ന ഈ നമ്മുടെ ഈ ഡാമുകളിൽ വരുന്ന ഭൂകമ്പവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പം മഴയുടെ സമയത്ത് കൂടുതൽ വെള്ളം എല്ലാ സ്ഥലത്തു നിന്നും വന്ന് ഡാമിൽ അവിടെ എന്താ പറയുക സംഭരിക്കപ്പെടുന്നു. ഇതിന് ഭൂമിക്ക് താഴെയുള്ള ചെറിയ ചെറിയ വിള്ളലുകൾ കൂടി ഈ വെള്ളം പനിച്ചിറങ്ങും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്താ നമുക്കറിയാം, ഇത്രയ്ക്കും വലിയൊരു ജലസ്രോതസ്സിൽ കൂടെ ആ ചുറ്റുവട്ടത്തെല്ലാം മർദ്ദം ശേഖരിക്കും. ഭൂമിക്കും സ്വന്തമായിട്ട് അത് ഒഴുകി പോവുകയാണെങ്കിൽ ഭൂമിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷേ എങ്കിൽ നമ്മൾ ഇതേ തരത്തിൽ നമ്മൾ തടഞ്ഞു നിർത്തി വെള്ളം നമ്മുടെ ആവശ്യമാണ്, അത് നമുക്ക് തടഞ്ഞു നിർത്താതിരിക്കാനും പറ്റില്ല. എങ്കിൽ പോലും വെള്ളം അനിയന്ത്രിതമായിട്ട് പെട്ടെന്നുള്ള മഴ മൂലമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ട് നോർമലായിട്ട് എല്ലാ വർഷവും സംഭവിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഒരു പക്ഷേ ഇപ്പം 5-10 അടി കൂടിക്കഴിഞ്ഞാൽ ഈ വെള്ളത്തിൽ രൂപീകരിക്കുന്ന മർദ്ദം കാരണം ഭൂമി തന്നെ സ്വന്തമായിട്ട് ചെറിയൊരു എന്താ പറയുക അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തും. ഒരു അതിൻ്റെ ഭാഗമായിട്ടാണ് ചെറിയ ചെറിയ എർത്ത് ഉണ്ടാകുന്നത്. അത് പക്ഷേ 3 വരെ ആകാം, 4 വരെ ആയാലും കുഴപ്പമില്ല. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ 5 ആയി കഴിഞ്ഞാൽ 4 എന്ന് പറയുന്നത് അതിന് 32 തവണ, അതേപോലെ തന്നെ 5ന് ശേഷം 6ലേക്ക് പോയി കഴിഞ്ഞാൽ 32 എന്നുള്ളത് ഡബിളായി കഴിഞ്ഞു. ആ രീതിയിലേക്കാണ് പോകുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മളിപ്പോഴും വരെ ഭാഗ്യവാന്മാരാണ്, കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേങ്കിൽ നമ്മൾ ഇതുമായിട്ട് കാലാവസ്ഥയായിട്ട് വീണ്ടും കണക്ട് ചെയ്യുമ്പോൾ സാറ് പറഞ്ഞിട്ടുള്ളപ്പോൾ 2018 നമുക്കെല്ലാം അറിയാം, ഈ വർഷവും വരാൻ പോകുന്ന മഴ വളരെ കൂടുതലാണെന്നാണ് ഓൾറെഡി മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അവരുടെ ഫോർകാസ്റ്റിംഗ് വന്നിരിക്കുന്നത്. ഈ വർഷത്തെ മഴ കഴിഞ്ഞ വർഷത്തെക്കാട്ടിയും കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ വെള്ളം എല്ലാം പോയി എന്താ പറയുക സംഭരിക്കപ്പെടുന്നത് നമ്മുടെ ഡാമിലാണ്. അപ്പം ഈ പറയുന്ന രീതിയിലുള്ള അവിടെ സാധാരണ രീതിയിലുള്ള മർദ്ദം കൂടുകയും ചെറിയ ചെറിയ വരാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അതാണ് സത്യാവസ്ഥയും, അതാണ് ഭൂമി അത് സ്വന്തമായ രീതിയിൽ തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിൽ നമുക്ക് തടഞ്ഞു നിർത്താനോ നമുക്ക് സാങ്കേതിക വിദ്യയോ തടഞ്ഞു നിർത്താൻ നമുക്ക് ഇതിലായിട്ടും വളർന്നിട്ടില്ല, അത് വളരുമെന്നും തോന്നുന്നില്ല. അപ്പം നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്നത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഇത്ര നാളും വിചാരിച്ചിരുന്നത്, ഞാൻ ഉൾപ്പെടെ അല്ലെങ്കിൽ സാറ് പറഞ്ഞ പോലെ സാർ ഉൾപ്പെടെ വിചാരിച്ചത് പുതിയൊരു ഡാമായിരുന്നു. പക്ഷേ എങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ സംസാരിച്ചപ്പോൾ എനിക്കും അതൊരു നല്ലൊരു എന്താ പറയുക നല്ലൊരു കാഴ്ചപ്പാടായിട്ട് തോന്നുകയും, പക്ഷേ നമുക്കിനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിനെ ബന്ധപ്പെട്ട അധികാരി, ഞാനിപ്പോൾ നമ്മുടെ റോയ് സാറുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ അതാണ് ചോദിച്ചത്, നമുക്കിപ്പം ഇതൊരു തീരുമാനങ്ങൾ എടുക്കേണ്ടത് അധികാരികളാണ്. ആ അധികാരികളിലേക്ക് എത്രത്തോളം ഇത് എത്തുന്നുണ്ട്. കാരണം ഇപ്പോൾ 200 ദിവസമായി. നമ്മുടെ ഉദ്ദേശം 200, 300 ആക്കുകയോ 500 ആക്കുകയല്ല. 200 എന്നുള്ളത് 201 ദിവസമെങ്കിൽ ഇത് നിർത്തി നമ്മളൊരു തീരുമാനം എത്തുമെങ്കിൽ നമ്മൾ അത്രത്തോളം നമ്മൾ വിജയം വരിച്ചിരിക്കുകയാണ്. അപ്പം നമ്മളത് 300, 500ലേക്ക് കൊണ്ടുപോകാന്നുള്ളതല്ല, എത്രയും പെട്ടെന്ന് ഈ സമരം നിർത്തിക്കൊണ്ട് അതിനൊരു ഫലം കണ്ടെത്തിക്കൊണ്ട് അതിനൊരു തീരുമാനമെടുക്കണം. അതിനിപ്പം പറഞ്ഞാലും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇപ്പം ഗവൺമെന്റിന്റെ രീതിയിലുള്ള സുപ്രീം കോടതിയുടെ വിധിയായിട്ട് ബന്ധപ്പെട്ട് പുതിയൊരു ഡാമാണ് കേരള ഗവൺമെന്റിനുള്ള. പക്ഷെ അവർ എത്രത്തോളം അതിനെപ്പറ്റി ഈ പറഞ്ഞ പോലെ രണ്ടാമത്തെ ഒരു നമ്മുടെ എന്താ പറയുക ഒരു ടണൽ എന്നുള്ള ഈ പറയുന്ന ഓൾറെഡി നിലവിലുള്ള 106 നിന്ന് 50ലേക്ക് വരുന്ന ഒരു സംവിധാനം കൂടെ അവരുടെ എത്രത്തോളം അവരിലേക്ക് എത്തിയിട്ടുണ്ടെന്നുള്ളത് അതിനെപ്പറ്റി അറിയില്ല. പക്ഷേ നമ്മുടെ ഒരു അടുത്തൊരു ലക്ഷ്യം ഈ ഒരു പറയുന്ന തീരുമാനങ്ങൾ എടുക്കുന്ന അധികാരികളിലേക്ക് ഇത് എത്തിക്കുകയും ഇതിൻ്റെ ഒരു സയന്റിഫിക് ആയിട്ടുള്ള വശങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും അതിനൊരു തീരുമാനം എടുത്തുകൊണ്ട് ഈ കേരള ജനതയെ നമുക്ക് എത്രയും പെട്ടെന്ന് ഈ പറയുന്ന ഒരു ഭീതിദായകമായ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് നമുക്കിത് മുമ്പോട്ട് പോകാൻ വേണ്ടി ഈ പറയുന്ന സമരസമിതിയുടെ എല്ലാ ഐക്യദാർഢ്യവും ഞങ്ങളുടെ കൊച്ചി യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് മറൈൻ സയൻസിലെ ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ വിധത്തിലുള്ള ഐക്യദാർഢ്യം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അതുപോലെ തന്നെ എന്ത് വിധത്തിലുള്ള സഹായ സഹകരണങ്ങളും അല്ലെങ്കിൽ അതുമായിട്ട് ശാസ്ത്രീയപരമായിട്ടുള്ള ഡിസ്കഷൻ ആണെങ്കിലും നമ്മൾ വരാൻ തയ്യാറാണ് എന്ന് അറിയിക്കാൻ ഈ ഒരു അവസരം ഉപയോഗിക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഈ സമരം അധികകാലം മുമ്പോട്ട് പോകുക എന്നല്ല ഉദ്ദേശിക്കുന്നത്, എത്രയും പെട്ടെന്ന് തീർത്തുകൊണ്ട് നമുക്കതിനൊരു ഫലവത്തായ ഒരു റിസൾട്ട് പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ. അതിനുള്ള അധികാരി വർഗ്ഗങ്ങളെ നമുക്ക് ഇവിടേക്ക് എത്തിച്ചുകൊണ്ട് അതിനൊരു വിജയലക്ഷ്യത്തിലേക്ക് എത്രയും പെട്ടെന്ന് നമ്മൾ എത്തിച്ചേർന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി മുല്ലപ്പെരിയാർ സമര പ്രസ്ഥാനങ്ങളുടെ കൂട്ടായ്മയായ മുല്ലപ്പെരിയാർ ഏകോപന സമിതി, ഏകദേശം 18ഓളം മുല്ലപ്പെരിയാർ സംഘടനകളുണ്ട്. അതിൻ്റെ ജനറൽ കൺവീനറായ ശ്രീ KS പ്രകാശൻ സാർ, അദ്ദേഹം മുൻ പഞ്ചായത്ത് സെക്രട്ടറി കൂടിയാണ്. പിന്നെ മുല്ലപ്പെരിയാറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സമരങ്ങളുടെയും മുൻപതിയിലുണ്ടാവും. അദ്ദേഹത്തെ സംസാരിക്കുവാനായി ക്ഷണിക്കുക. ബഹുമാനപ്പെട്ട
മുല്ലപ്പെരിയാർ ടണൽ സമിതിയുടെ അധ്യക്ഷനും ഇന്നീ യോഗത്തിൻ്റെ അധ്യക്ഷനുമായ ശ്രീ രമേശ്, നമ്മുടെ ഈ ഇന്നത്തെ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം നടത്തിയ സമുദ്ര ശാസ്ത്രജ്ഞൻ സീനിയർ പ്രൊഫസർ ഡോക്ടർ എ മുഹമ്മദ്, മുഖ്യ പ്രഭാഷകനായിട്ടുള്ള പ്രൊഫസർ ഡോക്ടർ സുനിൽ PS, അതുപോലെ തന്നെ നമ്മുടെ മാർഗദർശിയും നമ്മളോടൊപ്പം സഞ്ചരിക്കുന്ന പ്രൊഫസർ CP റോയ് സാർ, ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള സോമൻ പായിപ്ര, അതുപോലെ തന്നെ ഇടുക്കിയിൽ നിന്നും വന്നിട്ടുള്ള ബാബുജി, ടണൽ സമരസമിതിയുടെ പ്രവർത്തകരെ, നേതാക്കന്മാരെ, എല്ലാവർക്കും നമസ്കാരം. ടണൽ സമരസമിതി തുടങ്ങിവെച്ച സമരപരിപാടികൾ ഇന്ന് 200 ദിവസം പിന്നിട്ടു. ഈ സമരസമിതി പന്തലിലേക്ക് 200 ദിവസമായിട്ട് 5 പേര് സമരത്തിൽ ഉപവസിച്ചാൽ തന്നെ 1000 പേര് എത്തിയെന്ന് അർത്ഥം. അതുപോലെ തന്നെ ഈ 5 പേരെ കൂടാതെ ഈ സമരപന്തലുമായിട്ട് ദിനം പ്രതി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച സമരസമിതി നേതാക്കളും മറ്റു സംഘടനാ നേതാക്കളും ഉൾപ്പെടെയുള്ളവർ ഒട്ടനവധി പേര്. ഇവർക്ക് എല്ലാവർക്കും കൂടി നമുക്കൊരു ബിഗ് സല്യൂട്ട് കൊടുക്കാം. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം എല്ലാവരും. കാരണം എന്താ? നിസ്സാരമല്ല 200 ദിവസം ഇരിക്കുക, നിസ്സാരമല്ല 200 ദിവസം. പിന്നിട്ട് 200 ദിവസം എന്ന് പറയുന്നത് നമ്മുടെ സാമൂഹിക ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ടുള്ള പ്രവർത്തനം തന്നെയായിരുന്നു. അത് കുടുംബപരമായ പ്രവർത്തനങ്ങൾ ഉണ്ടാവാം, തൊഴിൽപരമായ പ്രവർത്തനങ്ങൾ ഉണ്ടാവാം, കുട്ടികളുടെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ ഉണ്ടാവാം. ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ട് 200 ദിവസം ഈ കാലഘട്ടത്തിൽ തേക്കുക എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന വൈകാരികമായ ഒരു പ്രശ്നം കേരള ജനത ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 25 വർഷമായി. ഏതാണ്ട് 15 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇന്നിവിടെ സന്നിഹിതനായിട്ടുള്ള പ്രൊഫസർ CP റോയ് സാർ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. നമുക്കറിയാം, നമ്മുടെ തലയ്ക്ക് മുകളിൽ, വേറെ ആരുടെ അല്ല, നമ്മുടെ തലയ്ക്ക് മുകളിൽ ഒരു ജലബോംബായിട്ട് നിൽക്കുന്ന മുല്ലപ്പെരിയാർ ഡാം 8000 ഏക്കർ നമ്മളുടെ സ്വന്തം ഭൂമിയിൽ തമിഴ്നാട് കെട്ടിപ്പൊക്കിയ കെട്ടിടത്തിൽ 881 മീറ്റർ മുകളിലാണ് നിൽക്കുന്നതെന്ന് ഓർക്കണം. ഇടുക്കി ഡാം താഴെയാണ്. അനുബന്ധ ചെറു ഡാമുകൾ ഒട്ടനവധി ഉള്ള ഒരു മേഖല. ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ ഒരു തരത്തിലും അവിടെ ഒരു കൺസ്ട്രക്ഷൻ ഇനി പാടില്ല എന്ന് പറഞ്ഞു വെച്ചിട്ടുള്ള അതിലോല പ്രദേശം. അതുപോലെ തന്നെ മനുഷ്യർക്ക് ബഫർ സോൺ നിശ്ചയിച്ചുകൊണ്ടുള്ള പ്രത്യേക ഉത്തരവുകളും വിജ്ഞാപനങ്ങളും വന്നു കിടക്കുന്ന ഒരു അതിലോല പ്രദേശം. അവിടെയാണ് മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്ന ജലബോംബ് ഏതാണ്ട് 129 വർഷം പിന്നിട്ട് 130 വർഷത്തിലേക്ക് കടക്കുന്നു. കേരളം ഇത് എന്തിനു പേരണം എന്നുള്ളതാണ്. കേരളത്തിന്റെ സുരക്ഷയാണ് നമുക്ക് ആവശ്യം. കേരളത്തിന്റെ സുരക്ഷ നമ്മളുടെ ആവശ്യം മുൻനിർത്തി നടപ്പിലാക്കി തരേണ്ടത് ആരാ? യഥാർത്ഥത്തിൽ ഇതിന്റെ ഗുണഭോക്താക്കളായിട്ടുള്ള തമിഴ്നാടാണ്. പക്ഷെ അവർക്ക് നമ്മുടെ സുരക്ഷയെ കുറിച്ച് യാതൊരു കൺസേണും ഇല്ല. അവർക്ക് വെള്ളം മാത്രം മതി. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ഡാമിന്റെ കീഴിൽ താമസിക്കുന്ന 70,000-ഓളം വരുന്ന പാവപ്പെട്ട കൂലിവേല ചെയ്ത് ജീവിക്കുന്ന പാവങ്ങൾ ഉൾപ്പെടെ കേരളത്തിലെ 6 ജില്ലകളുടെ പ്രശ്നമാണ് നമുക്ക്. എറണാകുളം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ, തൃശൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിലെ ഏതാണ്ട് 1.25 കോടി ജനങ്ങൾ. അത് പഴയ കണക്ക്. 2021 സെൻസസ് എടുക്കുകയാണെങ്കിൽ അതിൽ അപ്പുറം പോകും. ഈ പറയുന്ന 1.25 കോടി ജനങ്ങളും തന്ത്രപ്രധാനമായ നമ്മുടെ എറണാകുളം ജില്ലയുടെ കൊച്ചി പ്രദേശത്തുള്ള
ഒട്ടനവധി നമ്മളെല്ലാം പിടിച്ചു നിർത്തുന്ന സാമ്പത്തിക മേഖല ഉൾപ്പെടുന്ന കൊച്ചി റിഫൈനറി, ഇന്റർനാഷണൽ എയർപോർട്ട്, കൊച്ചിൻ ഷിപ്പ്യാർഡ്, പോർട്ട് ട്രസ്റ്റ്, എണ്ണ കമ്പനികൾ അടക്കമുള്ള നേവി, NAD അടക്കമുള്ള തന്ത്രപ്രധാനമായ ഈ നഗരം, കൊച്ചി നഗരം ഉൾപ്പെടുന്ന പ്രദേശം മുഴുവനും ജനങ്ങൾക്കൊപ്പം ഭീഷണി. ഏതാണ്ട് 65,000 ലക്ഷം കോടി വരുന്ന ആസ്തിയാണ് നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത്. ആസ്തിയുടെ കണക്കെടുക്കുകയാണെങ്കിൽ ജനങ്ങളുടെ വേറെയും നമ്മൾ ഇതുവരെ സമ്പാദിച്ച കാര്യങ്ങളൊക്കെ കൂട്ടി നോക്കുമ്പോൾ ലോകത്തുണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു ദുരന്തമായിട്ട് ഇത് കാണാൻ കഴിയും. ഇത് ഞാൻ പറഞ്ഞതല്ല ദുരന്തം എന്നുള്ളത്. കേരള സർക്കാർ നമുക്ക് എഴുതി തന്ന ഒരു പേപ്പറിൽ എഴുതിയിരിക്കുന്നു, ദിസ് ഈസ് ആൻ ഇംപെൻഡിങ് ഡിസാസ്റ്റർ. കേരള സർക്കാർ സമ്മതിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെയാണ് കേന്ദ്ര സർക്കാരും പറഞ്ഞിട്ടുള്ളത്, ഡിസാസ്റ്റർ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ഷൻ പ്ലാനിലും മറ്റും മുല്ലപ്പെരിയാർ ഡാം 1ാം സ്ഥാനത്തെത്തിയത്. ഡാം സേഫ്റ്റി ആക്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലെല്ലാം സുപ്രീം കോടതിയിൽ നടക്കുന്ന കേസുകളിലെല്ലാം തന്നെ മുല്ലപ്പെരിയാർ ഡാം അതീവ ദുരന്തം പേറുന്ന ഒന്നാണെന്ന് വ്യക്തമായിട്ട്. ഞാൻ അതൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വേറൊരു കാര്യം, ഇത്തരത്തിൽ ദുരന്തമുള്ള ഒരു ഡാം നമ്മുടെ കേരളത്തിൽ നമ്മൾ കണ്ടുവരുമ്പോൾ നമ്മുടെ സുരക്ഷയെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടിയുള്ള സഹായം ചെയ്തു തരേണ്ടത് നമ്മൾ ജയിപ്പിച്ചു വിടുന്ന സർക്കാരാണ്. ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, ഏത് മുന്നണി ആയിക്കോട്ടെ, നമുക്കൊരു വിഷയമല്ല. നമുക്ക് രാഷ്ട്രീയം വലിയ കാര്യത്തിൽ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളോ മുന്നണിയോ ഏതായാലും ഭരിക്കുന്ന ഭരണകൂടത്തിന് നമ്മളോടൊരു ഉത്തരവാദിത്തമുണ്ട്. ഞാൻ ഈ അടുത്ത സമയത്ത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റില് ജലവിഭവ വകുപ്പ് വാട്ടർ റിസോഴ്സിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഓഫീസിൽ പോയി. മുല്ലപ്പെരിയാർ ഡാമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ്. ഞാനൊരു വിവരാവകാശം കൊടുത്തിരുന്നു. മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട ഫയലുകൾ എനിക്കൊന്ന് കാണണം എന്നാണ് എൻ്റെ ആവശ്യം. എനിക്ക് തന്ന മറുപടി ആദ്യം, ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്കും ദേശീയ സുരക്ഷയ്ക്കും ഭീഷണി ആയതുകൊണ്ട് തൽക്കാലം കാണാൻ സാധിക്കില്ല. ഒരു മറുപടി. ഞാൻ അപ്പീൽ കൊടുത്തപ്പോൾ അപ്പീലിൽ ഇതേ മറുപടി തന്നെയാണ് തന്നത്. ഇത് സുരക്ഷയും ദുരന്തമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് ഒരു പൗരൻ എന്നൊരു സിറ്റിസൺ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് അത് ഫയൽ കാണിച്ചു കൊടുക്കണം. ഞാൻ പോയി തിരുവനന്തപുരത്ത്. അപ്പൊ ഒറ്റയ്ക്ക് ഒരാൾക്ക് പോയി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ ഒരു ഫയൽ എന്ന് പറയുന്നത് കാണാൻ പറ്റില്ല. 25 വർഷത്തെ കാര്യങ്ങൾ അതിൽ കിടക്കുന്നത്. ഞാനൊരു കത്തെഴുതി. വീണ്ടും എനിക്ക് ഒറ്റയ്ക്ക് വന്ന് അത് കാണാൻ സാധിക്കില്ല. കാരണം നിങ്ങൾ തന്ന കത്തിൽ തന്നെ പറയുന്നു 15,000 പേജുള്ള 15 വോളിയമാണിത്. 15,000 പേജുകൾ ഞാൻ എങ്ങനെ നോക്കി തീർക്കും? എത്ര ദിവസം വേണം? ഞാൻ എൻ്റെ മുല്ലപ്പെരിയാർ ഏകോപന സമിതിയിലെ കൊളീഗ്സുമായിട്ട് സംസാരിച്ചു. അഡ്വക്കേറ്റ് ഡാൽപി ഇമ്മാനുവൽ, അഡ്വക്കേറ്റ് സോണു അഗസ്റ്റിൻ, RBS മണി, എല്ലാവരെയോടും കൂടി ആലോചിച്ചു. ഞങ്ങൾ 5 പേര് കൂടി തിരുവനന്തപുരത്തേക്ക് വരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഐഡന്റിറ്റി ഉൾപ്പെടെ എഴുതി. സമ്മതിച്ചില്ല അവര്. വിവരാവകാശ കമ്മീഷനിൽ ഒന്നും കൂടി വിളിച്ചു ചോദിക്കട്ടെ എന്നാണ്. വിളിച്ചു ചോദിച്ചു. വിവരാവകാശ കമ്മീഷൻ പറഞ്ഞു അവരെ എത്ര പേരുണ്ടെങ്കിലും അലോ ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾ ഈ കഴിഞ്ഞ ഏപ്രിൽ 2-ാം തീയതി പോയി. 2, 3, 4, 5 തീയതികളിൽ സെക്രട്ടേറിയറ്റിലെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഓഫീസിൽ ചെന്ന് 15 വോളിയം വരുന്ന 15,000 ഫയലുകൾ നോക്കി. നിരന്നിരുന്ന് നോക്കി. ഏതാണ്ട് 2,157 പേജുകൾ ഞങ്ങൾ കുറിച്ചെടുത്തു. സുഹൃത്തുക്കളെ, വളരെ വേദനിപ്പിക്കുന്ന രീതിയിലാണ് നമ്മുടെ സർക്കാർ സംവിധാനം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ പറയുന്ന ഫയലുകൾ 3 തരത്തിലാണ് അവർ വെച്ചിട്ടുള്ളത് അവിടെ. ഒന്ന്, 2001-ലെ 386 എന്ന് പറയുന്ന ഒരു കേസ്. 2, 2006-ലെ 3/2006 എന്ന് പറയുന്ന ഒരു കേസ്. 3, തേക്കടി
കാർ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള ഒരു കേസ്. ഈ 3 കേസ് മാത്രമാണ് അവരുടെ ഈ 15 വോളിയം വരുന്ന 15,000 ഫയലിലുള്ളൂ. ഒന്നാമത്തെ കേസ് 386/2001 എന്ന് പറയുന്നതാണ്. നേരത്തെ ഇവിടെ സംസാരിച്ച 136 അടിയിൽ നിന്നും 142 അടിയിലേക്ക് പോയ കേസ്. കേരളം തോറ്റത് എങ്ങനെയെന്ന് കൃത്യമായി നമ്മൾ ആ ഫയലിൽ കാണാൻ കഴിയും. ഒരു 5 പൈസയുടെ ജോലി അതിലെടുത്തിട്ടില്ല. രണ്ടാമത്തെ കേസാണ് 3/2006. അതാണ് നമ്മൾ ഇന്നിവിടെ കൂടാൻ കാരണം. രണ്ടാമത്തെ കേസിലാണ് 7/5/2014 നിർണായകമായ ടണൽ സംവിധാനം സംബന്ധിച്ച എംപവേർഡ് കമ്മിറ്റി സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുള്ള രണ്ടാമത്തെ ബദൽ നിർദ്ദേശം. 2024 ഒക്ടോബർ 7 കഴിഞ്ഞപ്പോൾ 10 വർഷം കഴിഞ്ഞു. ആ ഫയൽ പരിശോധിച്ചപ്പോൾ അതിലെങ്കിലും എന്തെങ്കിലും ടണലുമായി ബന്ധപ്പെട്ട് സർക്കാർ നടപടി ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കിയപ്പോൾ ഒന്നും തന്നെ ഒരു കത്തിടപാട് പോലുമില്ല. ഒരു സുപ്രീം കോടതി വീട്ടിൽ വന്നിട്ട് 10 വർഷമായിട്ട് പോലും തമിഴ്നാട് സർക്കാരിനോട് എഴുതി ചോദിക്കാൻ വേണ്ടുന്ന ഒരു ബുദ്ധി കേരള സർക്കാരിന് ഉണ്ടായിട്ടില്ല. അപ്പൊ എത്തരത്തിലാണ് ആ കേസ് തോറ്റെന്നുള്ളതിനെ കുറിച്ച് അതിൽ നിന്നും വ്യക്തമായി. അപ്പൊ 2 കേസ് നമ്മൾ കൃത്യമായിട്ട് തോറ്റു നിൽക്കുകയാണ്. 2001 കേസും 2006 കേസും 2014 ആയപ്പോഴേക്കും തോറ്റു. ഇനി ആകെ കൂടി നിലവിലുള്ള 3ാമത്തെ ഒരു കേസ് മാത്രമേ ഉള്ളൂ, തേക്കടി കാർ പാർക്കിംഗ് കേസ്. അത് ചിലപ്പോൾ ജയിച്ചേക്കാം. കാരണം കാർ പാർക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് ചില ആളുകൾക്ക് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, താല്പര്യമുള്ളത് കൊണ്ട് 8100 ഏക്കറിന് പുറത്താണ് അത് എന്നുള്ള രീതിയിലുള്ള സർവേ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞു. ആ സർവേ റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ ചിലപ്പോ കേരളം അതിൽ ജയിച്ചേക്കാം. എന്നാലും 2 കേസുകൾക്ക് വേണ്ടി നമ്മൾ തോൽക്കാനിടയായ കാരണങ്ങൾ ആ ഫയലിൽ കൃത്യമായിട്ടൊരു ഫോളോ അപ്പ് ഇല്ല എന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ 6,79,00,000 രൂപ ചെലവ് ചെയ്ത് കഴിഞ്ഞു. 2 കേസും തോറ്റു. മുല്ലപ്പെരിയാർ ഡാമുമായിട്ട് ബന്ധപ്പെട്ട തമിഴ്നാടുമായിട്ടുള്ള എഗ്രിമെന്റ് പ്രകാരം നമുക്ക് കിട്ടിയ പാട്ടത്തുക എത്രയെന്ന് അറിയണോ? 2025 സെപ്റ്റംബർ 30 വരെ കൃത്യമായിട്ട് അവർ അടച്ചിട്ടുണ്ട് പൈസ. 2,59,00,000 രൂപ. കാ ചക്രത്തിന്റെ പൂച്ച മുക്കാ ചക്രത്തിന്റെ പാല് കുടിച്ചുകൊണ്ടിരിക്കുക. അതാണ് യാഥാർത്ഥ്യം. 2,59,00,000 രൂപ 1886 മുതൽ 129 വർഷമായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള തുക. നമ്മൾ ഇതിന്റെ പുറകെ നടന്ന് എതിർകക്ഷിയായിട്ട്, വാദിയല്ലെന്ന് ഓർക്കണം, എല്ലാ കേസിലും വാദിയാരാ? തമിഴ്നാട്. പ്രതിയായിട്ടുള്ള ഈ കേരളം സുപ്രീം കോടതിയിൽ കേസ് പറഞ്ഞ് നമുക്ക് നഷ്ടപ്പെട്ടുള്ള തുക 6,79,00,000 രൂപ. എവിടെ നിൽക്കുന്ന കാര്യങ്ങൾ ചിന്തിച്ചു നോക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു നൂതന മാർഗം എന്നുള്ള നിലയ്ക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യം എന്നുള്ള നിലയ്ക്കാണ് മുല്ലപ്പെരിയാർ ടണൽ സമരസമിതി 2014 ഈ നിർദ്ദേശത്തെ മുന്നോട്ട് കൊണ്ടുവന്നത്. നമുക്കറിയാം 2014 നിർദ്ദേശം സുപ്രീം കോടതിയിൽ വരുന്നതിന് മുമ്പ് തന്നെ 2012 തന്നെ ചർച്ച നടന്നപ്പോൾ പ്രൊഫസർ CP റോയ് അടക്കമുള്ള ആളുകൾ ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചതാണ്. എംപവർ കമ്മിറ്റി കൊടുക്കാൻ ഇടയായതും അതാണ്. അത്തരത്തിൽ സുപ്രീം കോടതിയുടെ ഒരു വേർഡിക്റ്റ് ഉണ്ടായിട്ട് ആ പാരഗ്രാഫ് ഒന്ന് നടപ്പിലാക്കാൻ പോലും ഇച്ഛാശക്തി കാണിക്കാത്ത ഈ സർക്കാരുകളെ എന്ന് ഞാൻ പറയൂ, ആരുമായിക്കോട്ടെ, നമ്മൾ എങ്ങനെ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ കഴിയും? ഇത്രയും എളുപ്പത്തിലുള്ള ഒരു സംവിധാനം നമ്മൾ ചൂണ്ടിക്കാണിച്ച് അത് കൊടുത്തപ്പോൾ സർക്കാരിന്റെ കയ്യിൽ അതുമായി ബന്ധപ്പെട്ട യാതൊരു ഫോളോ അപ്പ് ആക്ഷനും ഇല്ല. അവർക്കുള്ളത് പുതിയ ഡാം കെട്ടാനുള്ള തിരക്കാണ്. ഈ മേഖലയിൽ പുതിയ ഡാം കെട്ടുമ്പോ ഏതാണ്ട് 40 ഹെക്ടർ ഭൂമി ഇനി എഴുതി കൊടുക്കണം തമിഴ്നാടിന്. അത് മാത്രം പെരിയാറുമായി ബന്ധപ്പെട്ട എല്ലാ കൈവഴികളും ഇല്ലാതാവും. 244 കിലോമീറ്റർ നീളത്തിൽ പരന്നൊഴുകുന്ന പെരിയാർ എന്നൊക്കെ നമ്മൾ പറയുന്നു. അതിന്റെ കൈവഴികൾ ഇരുവശത്തുമായി കിടക്കുന്ന 2000-ലേറെ കൈവഴികൾ, പുഴകൾ ഈ പുതിയ ഡാം വരുന്നതോടുകൂടി അതെല്ലാം ചരമഗതി പ്രാപിക്കും. മൂവാറ്റുപുഴയാറും ചാലക്കുടിയാറും.
അപ്പൊ പ്രകൃതിയെ മുഴുവൻ കൊന്നൊടുക്കുന്ന രീതിയിലുള്ള ഒരു നിർദ്ദേശമാണ് പുതിയ ഡാമുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. കുടിവെള്ളമല്ലേ ഏറ്റവും പ്രധാനം. ശുദ്ധജലത്തിന് വേണ്ടി ഓടിയ നാടല്ലേ വൈപ്പിൻ. എത്രയോ സമരങ്ങൾ നടന്നു ഇവിടെ. ഇനിയും നമുക്കൊരു കുടിവെള്ളം കിട്ടാത്തൊരു അവസ്ഥയിലേക്ക് പോയാൽ ജപ്പാൻ കുടിവെള്ളത്തെയും മറ്റു കുടിവെള്ള പദ്ധതികളിൽ ആശ്രയിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞാൽ അത് ഈ വരുന്ന തലമുറയ്ക്ക് എങ്ങനെ നമുക്ക് അത് ചെയ്യാൻ കഴിയും, മുന്നോട്ട് പോകാൻ കഴിയും? അപ്പൊ നമ്മൾ കൺസേൺ വേണ്ടത് നമ്മുടെ കുടിവെള്ളത്തിലും ശുദ്ധജലത്തിലും മാത്രം. അതോടൊപ്പം തന്നെ ഭീഷണിയായിട്ട് നിൽക്കുന്ന മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട കാര്യം. ഈ ഭീഷണിയെ മാറ്റാനുള്ള ഒരു എളുപ്പവഴി എന്നുള്ള നിലയിൽ കൊണ്ടുവന്നിട്ടുള്ള ഈ ടണൽ സംവിധാനം നടപ്പിലാക്കുന്നതോടുകൂടി പ്രൊഫസർ ഇ ശ്രീധരനും പ്രൊഫസർ സി പി റോയും ഒക്കെ പറഞ്ഞ പോലെ ചെലവ് കുറഞ്ഞ് ചെയ്യാൻ കഴിയും. പുതിയൊരു ഡാം കെട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്നും കൈയിട്ട് വാരാൻ അവസരം കിട്ടില്ല, അത് വേറെ കാര്യം. പുതിയ ഡാമിന് ഇപ്പൊ ഒരു ടെൻഡർ കൊടുക്കണമെങ്കിൽ ആഗോള ടെൻഡർ കൊടുക്കാം. 30% വാങ്ങിച്ച് പോക്കറ്റിൽ വെക്കാം. ഡാം എപ്പോഴാ വരുന്നത്? ഒരു 10 വർഷം എടുക്കും. ഈ കാര്യത്തിനൊരു ശാശ്വത പരിഹാരം ആകും. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ശാസ്ത്രജ്ഞർ ഇവിടെ ഇരിപ്പുണ്ട്. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വളരെ പ്രഗത്ഭരായ വ്യക്തികളാണ്. അവർ പറഞ്ഞ വാക്കുകൾ എന്താ? വരും കാലങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന ഭൗമപരമായ പ്രത്യാഘാതങ്ങളെ നേരിടാൻ കേരളം തയ്യാറായിട്ടിരിക്കണം. അത് പശ്ചിമഘട്ടം മാത്രമല്ല, തീരപ്രദേശവും പേടിക്കണം. പശ്ചിമഘട്ടവും ഇടനാടും തീരപ്രദേശവും ഒരുപോലെ ഭയപ്പെടേണ്ട കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറുമ്പോൾ മുല്ലപ്പെരിയാർ ഡാം ഉയർത്തുന്ന ഈ ഭീഷണിയെ നേരിടാൻ ഈ ടണലുമായി ബന്ധപ്പെട്ട പ്രപ്പോസലാണ് ഏറ്റവും ഉചിതം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇനിയെങ്കിലും കേരള സർക്കാരും തമിഴ്നാട് സർക്കാരും കേന്ദ്ര സർക്കാരും വേണ്ട വിധത്തിൽ 3 സർക്കാരുകളുടെ കൂടിയാലോചനയിലൂടെ ഒരു നല്ല ഉചിതമായ തീരുമാനം ഉണ്ടാകണം. അത് ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി മൂവാറ്റുപുഴ നിർമ്മല ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ പ്രൊഫസറും നാസ് എന്ന സാംസ്കാരിക സംഘടനയുടെ പ്രസിഡന്റും മുല്ലപ്പെരിയാർ പോലെയുള്ള ജനകീയ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടുകയും ചെയ്യുന്ന ഡോക്ടർ വിൻസെന്റ് മാലയക്കൽ അദ്ദേഹത്തിനെ സംസാരിക്കാനായി ക്ഷണിച്ചു. ശ്രീ രമേഷ് രവി, ഈ 200ാം ദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ എ മുഹമ്മദ്, മുഖ്യപ്രഭാഷണം നിർവഹിച്ച ഡോക്ടർ സുനിൽ, നേരത്തെ പ്രസംഗിച്ച അഡ്വക്കേറ്റ് KS പ്രകാശ്, സത്യാഗ്രഹമനുഷ്ഠിക്കുന്ന ബഹുമാന്യ വ്യക്തികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ഞാൻ ഈ സത്യാഗ്രഹ പന്തലിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ള ഒരാളാണ്. ഇന്നിപ്പോ ഈ പ്രോഗ്രാമിലേക്ക് വന്നതും ഇതേ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ പ്രവർത്തിക്കുന്ന മൂവാറ്റുപുഴയിലെ ഒരു ടീമിന്റെ പ്രതിനിധി എന്നുള്ള നിലയിലാണ്. പുതിയ ടണൽ നിർമ്മിച്ച് മുല്ലപ്പെരിയാർ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങളെ പോലെ ഇത്ര ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സമരമൊന്നും നടത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഞങ്ങളും ചെറിയ തോതിലുള്ള ചില ധർണകളും ചില വാഹന പ്രചാരണ ജാഥകളുമൊക്കെ ഈ ആവശ്യം മുൻനിർത്തിക്കൊണ്ട് കഴിഞ്ഞ നാളുകളിൽ നടത്തുകയുണ്ടായി. ആ ഒരു ഗ്രൂപ്പിന്റെ പ്രതിനിധി എന്നുള്ള നിലയിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ആദ്യമേ തന്നെ ഈ 200 ദിവസം, അതും ഇത് തുടങ്ങിയപ്പോഴുണ്ടായിരുന്ന ആ ഒരു ആവേശം ഒട്ടും കെടാതെ കൂടുതൽ ആത്മവിശ്വാസത്തോടുകൂടി, കൂടുതൽ അർപ്പണ മനസ്സോടുകൂടി ഇവിടെ ഈ സത്യാഗ്രഹം അനുഷ്ഠിക്കുന്ന വ്യക്തികളെയും ഇതിന്റെ സംഘാടന കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന
ബഹുമാനപ്പെട്ട കമ്മിറ്റി അംഗങ്ങളെയും ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ്. നേരത്തെ സംസാരിച്ചവരൊക്കെ ഈ വിഷയത്തിന്റെ ഗൗരവത്തെക്കുറിച്ചും നമ്മൾ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളിയെക്കുറിച്ചും പറഞ്ഞു. എനിക്ക് തോന്നിയിട്ടുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭരണകൂടം ഇക്കാര്യത്തിൽ എത്ര കുറഞ്ഞു മാത്രമുള്ള താല്പര്യമാണ് കാട്ടുന്നതെന്ന് നേരത്തെ സംസാരിച്ച അഡ്വക്കേറ്റ് പ്രകാശ് ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. ഇവിടുത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഇനി മൂന്നാം പക്ഷമുണ്ടെങ്കിൽ അവരും, അതായത് ഞാൻ വിചാരിക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയും ഈ വിഷയം സജീവമായി എടുക്കാൻ താല്പര്യം കാണിക്കുന്നില്ല. കാരണം അവർക്കിതൊരു തലവേദനയാണ്. പ്രശ്നം ഗൗരവമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ഒരു തലവേദന ഇപ്പോൾ ഏറ്റെടുക്കാൻ അവർ ആരും തയ്യാറല്ല. നമ്മളിരുന്ന് സംസാരിക്കുമ്പോൾ ഇത് സംഗതി അപകടമല്ലേ, ദുരന്തമുണ്ടാകാൻ സാധ്യതയല്ലേ, ഇല്ലേ, ഉണ്ടായേക്കാം. ആ ഉണ്ടായേക്കാം എന്നുള്ള ആ ഒരു അലസ ചിന്തയിലാണ് ഈ മഹാഭൂരിപക്ഷം ആളുകൾ. നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അപ്പുറത്തെ കാര്യങ്ങൾ വളരെ വ്യത്യസ്തമായിട്ടാണ് നടക്കുന്നത്. ഞാൻ ഈ കഴിഞ്ഞ മാസത്തില് 2 പത്രവാർത്തകൾ, മാർച്ച് 25-ാം തീയതിയിലെ പത്രവാർത്ത, തമിഴ്നാട് നിയമസഭയില് അവിടുത്തെ ജലവിഭവ വകുപ്പ് വെച്ച ഒരു രേഖ. 2 കാര്യങ്ങൾ അവർ പറയുന്നത്. ഒന്ന്, മുല്ലപ്പെരിയാർ ഡാമിന്റെ അറ്റകുറ്റപ്പണികൾ വേണ്ട രീതിയിൽ നടത്താൻ കേരളം സഹകരിക്കുന്നില്ല, ആദ്യത്തെ പരാതി. രണ്ടാമത് പറയുന്നു, എങ്കിലും പരമാവധി ശേഷിയായ 152 അടി ഉയരത്തിലേക്ക് ജലസംഭരണം എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. തമിഴ്നാട് നിയമസഭയില് ഞാൻ 25-ാം തീയതി, മാർച്ച് 25-ാം തീയതിയിലെ പത്രത്തിൽ വായിച്ചതാണ്. തലേന്ന് മാർച്ച് 24-ന് നിയമസഭയിൽ വെച്ചതാണ്. അവർ ഈ കാൽപ്പര്യത്താൽക്കുന്നു. പക്ഷെ ഈ പറഞ്ഞ ആവശ്യം നമ്മളിപ്പോൾ എത്ര, നിങ്ങൾ തന്നെ 200 ദിവസമായിട്ട് ഇവിടെ സത്യാഗ്രഹം അനുഷ്ഠിക്കുന്നു, റിലേ സത്യാഗ്രഹം അനുഷ്ഠിക്കുന്നു. അതോടൊപ്പം തന്നെ ഒത്തിരി ആളുകൾക്ക് നിവേദനവും കൊടുത്തു. ഇവരെല്ലാം പറയുന്നത് മുല്ലപ്പെരിയാർ പ്രശ്നം പരിഹരിക്കണം. എങ്ങനെ പരിഹരിക്കണമെന്ന് നമ്മളൊരു സെക്കൻഡ് സൊല്യൂഷൻ വെച്ചിട്ടുണ്ട്. ഈ സൊല്യൂഷൻ ആരും പറയുന്നില്ല, ഒരു രാഷ്ട്രീയ നേതാവും പറയുന്നില്ല. ഇടുക്കിയുടെ MP പോലും പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിച്ചു. പക്ഷേ അവിടെയൊക്കെ പറയുന്നത് പുതിയ ഡാം പണിയണം, പുതിയ ഡാം പണിയുക എന്നത് നടക്കാത്ത കാര്യമാണ് എന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഇത്തിരിയെങ്കിലുമൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ആർക്കും ബോധ്യമുള്ള കാര്യമാണ്. കാരണം ഇത് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റില്ല. 2 കണ്ടീഷനാണ് വെച്ചിരിക്കുന്നത്. ഒന്ന്, തമിഴ്നാടിന്റെ സമ്മതത്തോടുകൂടി നമ്മുടെ കയ്യിലെ പണം മുടക്കി കേരളം പണിയണം. തമിഴ്നാടിന്റെ സമ്മതം കിട്ടണം. പണം മുടക്കി ആവശ്യക്കാര് ഡാം പുതുതായിട്ട് പണിയണമെന്നുള്ള ആവശ്യക്കാര് നമ്മളായതുകൊണ്ട് കേരളത്തിന്റെ പണം മുടക്കി പണിയണം. തമിഴ്നാട് സമ്മതം തരുമെന്ന് തോന്നുന്നുണ്ടോ? 100 അല്ല 200 വർഷം കഴിഞ്ഞാലും അവർ സമ്മതം തരാൻ പോണില്ല. ഇനി അവര് സമ്മതം തന്നു പണിതാൽ തന്നെ അതുണ്ടാക്കുന്ന അപകടങ്ങളെ കുറിച്ച് ഇവിടെ നേരത്തെ സംസാരിച്ചവരൊക്കെ പറഞ്ഞു. നിലവിലുള്ള ഡാമിന്റെ ഇരട്ടി സംഭരണ ശേഷിയുള്ള ഡാമാണ് പണിയുന്നത്. നമുക്കറിയാം ഒരു ഡാമിന്റെ ആയുസ് എന്ന് പറയുന്ന എത്രയാണ്? 50 അല്ലെങ്കിൽ 60 കൊല്ലം. അതെല്ലാവരും സമ്മതിക്കും. ഈ മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ മാത്രം ചിലര് ഈ യുക്തിപൂർവ്വം സംസാരിക്കില്ല. സാധാരണ ഡാമുകളുടെ എല്ലാം കാലാവധി എന്ന് പറയുന്നത് 50-60 വർഷമാണ്. മുല്ലപ്പെരിയാർ ഡാമോ അത് തകരില്ല, അതൊരു കുഴപ്പമില്ല. ഇപ്പൊ മുല്ലപ്പെരിയാർ ഡാമിന് എന്താ പ്രത്യേക സവിശേഷത വല്ലതും ഉണ്ടോ? പ്രത്യേക അതിന്റെ അന്നത്തെ പണിയുടെ സവിശേഷത നോക്കിക്കഴിഞ്ഞാലും അന്ന് സിമെന്റ് പോലും കണ്ടുപിടിക്കാത്തതിനാൽ സുർക്കി മിശ്രിതം ഉപയോഗിച്ചാണ് പണിതിരിക്കുന്നത്. ഇപ്പോഴത്തേതിനേക്കാളും ബലം കുറയാനേ സാധ്യതയുള്ളൂ. പക്ഷെ ആ ഒരു പിടിവാശി, അതിനൊരു കുഴപ്പമില്ല.
ഇത് അവര് പറയുന്നത് മനസ്സിലാക്കാം. പക്ഷെ ഇവിടെ നമ്മുടെ ഭരിക്കുന്ന ആളുകള്, അല്ലെങ്കിൽ ആളുകളെ നയിക്കേണ്ട ആളുകള്, ഇതേക്കുറിച്ചൊക്കെ ചിന്തിക്കേണ്ട ആളുകൾ, അവരും ഇത് പറയുന്നില്ല, ശരിയായ വഴി പറയുന്നില്ല. നമ്മൾ ഈ പറഞ്ഞ സെക്കൻഡ് ഓൾട്ടർനേറ്റീവ്, പുതിയ ടണൽ നിർമ്മിക്കുക എന്നുള്ളത്, ഇതെന്തുകൊണ്ടായി രാഷ്ട്രീയക്കാരും പറയാത്തത്? മാർച്ച് 26-ാം തീയതിയിലെ ഒരു പത്രവാർത്ത കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതും ഇടുക്കിയിൽ നിന്ന് വരുന്നത്. തേക്കടിയില് ബോട്ടിംഗ് ബുദ്ധിമുട്ടിലേക്ക് നീങ്ങുന്നു. മാർച്ച് 26-ാം തീയതിയിലെ പത്രവാർത്തയാണ്. നിലവില് മാർച്ച് 26-ാം തീയതി മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 113 അടിയാണ്. 113 അടി. 4-5 അടി കൂടി താന്നു കഴിഞ്ഞാല് മുല്ലപ്പെരിയാറില് ബോട്ടിംഗ് നിന്നുപോകും. അതായത് കഴിഞ്ഞ 130 വർഷം കൊണ്ട് മുല്ലപ്പെരിയാർ ജലം സംഭരിച്ചു കഴിഞ്ഞതിന് ശേഷം അവിടെ ആ ജലസംഭരണിയുമായി ബന്ധപ്പെട്ട് മറ്റ് ചില സാമ്പത്തിക താല്പര്യങ്ങളിൽ ശക്തിപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ജലനിരപ്പ്, ആ റിപ്പോർട്ടിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അതിനകത്ത് കൃത്യം പറയുന്നുണ്ട്, 5-6 അടി കൂടി താന്നു കഴിഞ്ഞാൽ ബോട്ടിംഗ് നിൽക്കും. നമ്മൾ പറയുന്നത് എന്താണ്? 50 അടിയിൽ ടണൽ പൊക്കണമെന്ന്. 50 അടിയിൽ ടണൽ നിർമ്മിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ജലനിരപ്പിൽ, ഈ ലെവലിൽ വെള്ളം അവിടെ നിൽക്കുമോ? വെള്ളം നിൽക്കില്ല. അപ്പൊ ഇത് രണ്ടും കൂടെ പറഞ്ഞാൽ ഈ ഇവിടുത്തെ സംഘടിത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അധികാരത്തിലുള്ള പ്രസ്ഥാനങ്ങളും അധികാരത്തിലേക്ക് വരാൻ സാധ്യതയുള്ള പ്രസ്ഥാനങ്ങളും ഈ വിഷയം പബ്ലിക്കിന്റെ മുമ്പിൽ പറയാത്തതിന്റെ ഒരു വലിയ താല്പര്യം, ഒന്ന്, ഇത് തമിഴ്നാടിന്റെ വലിയ എതിർപ്പ്, ഒരു വൈകാരിക പ്രശ്നമായിട്ട് അവർ ഏറ്റെടുക്കും. 2, ഇത് പറഞ്ഞാൽ ഇവിടെയും ചില രംഗത്ത് നിന്ന് ശക്തമായ എതിർപ്പുണ്ടാവും. അതുകൊണ്ട് പൊട്ടട്ടെ, അതുവരെ എങ്ങനെയാണ് പോവുക? അത് പോയാ മതിയോ? നടക്കുന്ന പോലെ നടക്കട്ടെ എന്ന് വിചാരിക്കാനാണെങ്കിൽ നമുക്ക് അടങ്ങിയിരിക്കാം. പക്ഷെ ഇതൊരു മഹാദുരന്തമാണെന്നും ഈ ദുരന്തത്തെ കുറിച്ച് നാട്ടുകാരോട് വിളിച്ചു പറയേണ്ടത് നമ്മുടെ കടമയാണ് എന്നുമുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ 200 ദിവസത്തെ സത്യാഗ്രഹം ഒരു വലിയ സംഭവമാണ്, നിങ്ങൾ ചെയ്ത ഒരു വലിയ ത്യാഗമാണ്. നിങ്ങളുടെ ആ ഒരു ആശയത്തോടുള്ള നിങ്ങളുടെ ആ ഒരു വലിയ താല്പര്യം, ഇതാണ് നിങ്ങളെ ഇതിന് പ്രേരിപ്പിച്ചതും ഇതിന് മടികൂടാതെ വരാൻ സന്നദ്ധരാക്കിയതും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ സെക്കൻഡ് ഓൾട്ടർനേറ്റീവ് ഇത് കേരളത്തിലെ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഇപ്പോഴും അറിയാവുള്ളൂ. ഇപ്പൊ ഇതിന് പരിസരത്തു നിന്നുള്ള നമ്മുടെ മുഹമ്മദ് സാറും പറഞ്ഞു, മറ്റേ സുനിൽ സാറും പറഞ്ഞു, അവരും അടുത്ത ദിവസം തന്നെയാണ് ഇതേക്കുറിച്ച് എല്ലാവരും കേൾക്കുന്നത്. പുതിയ ഡാം എന്ന് പറഞ്ഞ് ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്തതാണ് എന്ന് നമ്മളെക്കാൾ നന്നായിട്ട് ഇത് ഉറക്കെ വിളിച്ചു പറയുന്നവർക്കറിയാം. അവർക്ക് വേണ്ടത് ഞങ്ങളും ഇതിനു വേണ്ടി സംസാരിക്കുന്നുവെന്ന് ഒരു ഫീലിംഗ് സൃഷ്ടിക്കുക. അവർക്കറിയാം ഇത് ഒരിക്കലും നടക്കില്ല. രണ്ടാമത്തേത് നടക്കാൻ സാധ്യതയുണ്ട്. സുപ്രീം കോടതി പറഞ്ഞ രണ്ടാമത്തെ നിർദ്ദേശത്തില് അതിനകത്ത് ഇത് കേരളമെങ്കിലും പറയേണ്ടതാണ്. കാരണം ആ രണ്ടാമത്തെ നിർദ്ദേശത്തിൽ പറയുന്നു, ഇതിനുള്ള ഫണ്ട് മുടക്കേണ്ടത് തമിഴ്നാടാണ്, ഇതിനുള്ള ഫണ്ട് മുടക്കേണ്ടത് തമിഴ്നാടാണ് എന്ന് മാത്രമല്ല, കഴിഞ്ഞ മാസവും സുപ്രീം കോടതി പറഞ്ഞു മുല്ലപ്പെരിയാർ വിഷയം കോടതി ഉത്തരവിലൂടെ നടപ്പാക്കേണ്ടുന്നത് എന്നതിനേക്കാൾ കൂടുതലായിട്ട് സമവായത്തിലൂടെ ഇരു കക്ഷികളും ഇരുന്ന് സംസാരിച്ച് സമവായത്തിലൂടെ പരിഹരിക്കേണ്ട കാര്യമാണ്. അങ്ങനെ ഒരു സമവായം കണ്ടെത്താൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സൊല്യൂഷനാണ്. അതിനും പല മൈനസ് പോയിന്റുകളും ഉണ്ടായിരിക്കാം. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കുരുക്കഴിക്കാൻ, ഈ ജലബോംബ് ഇവിടുന്ന് മാറ്റാൻ ഇതിലും മെച്ചപ്പെട്ട വേറൊരു സൊല്യൂഷൻ നമ്മുടെ മുമ്പിൽ. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് വേറൊന്നുമല്ല. അപ്പൊ നമ്മുടെ ഇനിയുള്ള പ്രവർത്തനങ്ങളിൽ ഈ പറഞ്ഞ ആശയം, ഇതിപ്പോ നമ്മുടെ ഇതിന്റെ ഒരു 8-10 കിലോമീറ്റർ ചുറ്റളവിൽ നിന്ന് ഇവിടങ്ങളിലുള്ള ആളുകളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്.
പക്ഷേ മറ്റു പ്രദേശങ്ങളിലേക്കും ഈ ആശയം ശക്തമായിട്ട് തന്നെ എത്തണം. ഇപ്പൊ കഴിഞ്ഞ മാസം നിങ്ങൾ തന്നെ ഇവിടെ വള്ളക്കടവിലേക്ക് മുല്ലപ്പെരിയാറിലേക്ക് ഒരു വാഹന ജാഥയൊക്കെ നടത്തിയിരുന്നു. അതുപോലെ തൊടുപുഴയില് നമ്മുടെ സാറ് അവിടെ ഉപാസനയിൽ ഒരു പ്രഭാഷണമൊക്കെ നടത്തിയിരുന്നു. പക്ഷെ അവിടങ്ങളിലൊക്കെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, മാധ്യമങ്ങൾക്ക് അതിന്റെ പത്രവാർത്ത പോലും വന്നപ്പോൾ നമ്മൾ വെക്കുന്ന ഈ സൊല്യൂഷൻ വരുന്നില്ല. നമ്മൾ വെക്കുന്ന സൊല്യൂഷൻ പുതിയ ടണൽ നിർമ്മിച്ച് മുല്ലപ്പെരിയാറിലെ പ്രശ്നം പരിഹരിക്കുക. വാർത്തയിലൊക്കെ വരുന്നത് മുല്ലപ്പെരിയാറിലെ പ്രശ്നം പരിഹരിക്കണം. എങ്ങനെയെന്നുള്ളത് ചിലർ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്, പുതിയ ഡാം. ഇത് നടപ്പാകാനുള്ള സാധ്യതയുമില്ല. അപ്പൊ ഈ സെക്കൻഡ് സൊല്യൂഷൻ ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമായിരിക്കണം ഇനിയുള്ള ദിവസങ്ങളിൽ ഈ സമരത്തോടൊപ്പം നമ്മൾ നടത്തേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അതിനാവശ്യമായ തരത്തിലുള്ള പ്രവർത്തന പരിപാടികൾക്ക് രൂപം നൽകാനായിട്ട് നമുക്ക് കൂട്ടായിട്ട് ആലോചിച്ച് തീരുമാനിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന്റെ വിജയത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തായി സംസാരിക്കുന്നത് മുല്ലപ്പെരിയാർ ടണൽ സമരസമിതിയുടെ രക്ഷാധികാരിയായ പ്രൊഫസർ CP റോയ് സാർ. അദ്ദേഹമാണ് ആദ്യമായി മുല്ലപ്പെരിയാറിൽ പുതിയൊരു ടണൽ എന്ന ആശയം സുപ്രീം കോടതി 2014 മെയ് 7 വിധിയിൽ നിർദ്ദേശിക്കുന്നതിന്റെ കാരണക്കാരനായി എത്തിയത്. അദ്ദേഹം സെൻട്രൽ വാട്ടർ കമ്മീഷനിൽ ഈ ഒരു പ്രപ്പോസൽ സമർപ്പിച്ചതിന്റെ ഫലമായിട്ടാണ് സുപ്രീം കോടതി ഒരു 5 അംഗ ഉന്നതാധികാര സമിതിയെ നിയോഗിക്കുകയും അവർ 1.5 വർഷത്തിലധികം ഇതിനെക്കുറിച്ച് പല ഏജൻസികളും നിയോഗിച്ച് പഠനങ്ങൾ നടത്തുകയും 119 പേരുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യും. അതിന്റെ ഫലമായിട്ടാണ് 2014 മെയ് 7 നിർദ്ദേശമായിട്ട് വന്നത്. അപ്പോ നമ്മൾ ഈ സമരം ചെയ്യാൻ തുടങ്ങിയ ഈ കാരണം അതിനെ നിയമപരമായി ഏറ്റവും ശക്തമായി നമ്മുടെ മുന്നിലേക്ക് എത്തിച്ച പ്രൊഫസർ CP റോയ് സാർ, നമ്മുടെ സമരസമിതി രക്ഷാധികാരി കൂടിയായ അദ്ദേഹത്തിന് ഞാൻ മൈക്ക് കൈമാറുകയാണ്. സാധാരണ ഒരു പൊതുയോഗം 1 മണിക്കൂർ കൊണ്ട് തീർക്കണമെന്നതാണ് നമ്മുടെ ഒരു നിലപാട്, അതായിരുന്നു. പക്ഷെ ഇന്ന് നമുക്ക് വളരെ പ്രശസ്തരായ 4 പേര്, അതിൽ 2 ഭൗമശാസ്ത്രജ്ഞര്, അവരുടെ വാക്കുകൾ ഞാനൊന്ന് ഭയന്നിരുന്നു. നമ്മുടെ ആശയത്തിന് എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാകുമോ എന്നല്ല, കുഴപ്പമുണ്ട് എന്ന്. തീർച്ചയായിട്ടും അവരുടെ പഠനങ്ങളിൽ നിന്നും നമ്മുടെ ആശയത്തിനകത്ത് എന്തെങ്കിലുമൊക്കെ ഭേദഗതികളോ അല്ലെങ്കിൽ പോരായ്മകളോ ഉണ്ടാകുമോ എന്ന് ഞാൻ ഭയന്നിരുന്നു. പക്ഷേ ഈ 2 പേരും, മുഹമ്മദ് സാറും ഡോക്ടർ സുനിലും, നമ്മുടെ ആശയം വളരെ നല്ല ആശയമായി കാണുന്നു എന്ന് അറിഞ്ഞതിൽ ഞങ്ങൾക്ക് അങ്ങേയറ്റം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ സാമൂഹ്യമായി ഡോക്ടർ PS പ്രകാശ് മുല്ലപ്പെരിയാറിലെ വിവിധ സമരസമിതികളെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ആശയപ്രചരണം നടത്തുന്ന ഒരു സംഘടനയുടെ തലവനാണ് PS പ്രകാശ്. അതുപോലെ തന്നെ നാസ് മൂവാറ്റുപുഴയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും, നമ്മളെല്ലാം ഒരേ ആശയത്തിലൂടെ മുന്നോട്ട് പോകുന്നവരാണ്. തീർച്ചയായും നാളുകളിൽ മുഹമ്മദ് സാർ പറഞ്ഞതുപോലെ നമ്മുടെ ആശയം കുറെ കൂടി വ്യക്തതയോടെ കേരളീയ സമൂഹത്തിൽ നമുക്ക് എത്തിക്കേണ്ടതുണ്ട്. അതിന് കൂട്ടായ യജ്ഞം നമുക്കുണ്ടാവേണ്ടതുണ്ട്. തീർച്ചയായിട്ടും സുനിൽ സാർ പറഞ്ഞതുപോലെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ ഒരു സഹകരണവും ഒരു സാങ്കേതിക സഹായവും നമുക്ക് അക്കാര്യത്തിൽ ലഭിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. രാവിലെ തൊട്ട് നമ്മുടെ അമ്മമാരും പ്രായമുള്ള ആളുകളൊക്കെ തന്നെയാണെന്ന്, രമേശ് ഒഴിച്ച് ബാക്കി എല്ലാവരും പ്രായമുള്ള ആളുകളാണ് ഇന്ന് ഉപവാസം വരുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഈ യോഗം അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നന്ദി, നമസ്കാരം. നമ്മുടെ ഈ യോഗത്തില് വളരെ ഇതിനെക്കുറിച്ച് ആധികാരികമായി പറയാൻ സാധിക്കുന്ന 2 സയന്റിസ്റ്റുകളും അതുപോലെ മുല്ലപ്പെരിയാർ ഏകോപന സമിതിയുടെ കൺവീനറും നമ്മുടെ റോയ് സാറും വിൻസെന്റ് സാറും എല്ലാം സംസാരിച്ചു കഴിഞ്ഞു. ഈ ഒരു ആശയത്തെക്കുറിച്ച് ഇത്രത്തോളം ശക്തമായി നമ്മൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട്, ഇത് സയൻസിന്റെ എല്ലാ പിൻബലത്തോടു കൂടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പറഞ്ഞ വാക്കുകൾ ഇതുവരെ കഴിഞ്ഞ ഓരോ ദിവസത്തേക്കാളും വളരെ വലിയ വിലപ്പെട്ടതാണ് എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സമരത്തിന്റെ ഇന്നത്തെ സമാപനത്തിന് നന്ദി പറയുന്നതിന് വേണ്ടി നമ്മുടെ വൈസ് പ്രസിഡന്റുമാരിൽ ഒരാൾ കൂടിയായ നമ്മുടെ
ഡേവിഡ് അട്ടിപ്പേറ്റി ക്ഷണിച്ചുകൊള്ളുകയാണ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, ഞങ്ങൾക്ക് ഏവർക്കും പ്രിയങ്കരനായ യോഗാധ്യക്ഷൻ രമേശ് രവി, പ്രിയ ഡോക്ടർ എ മുഹമ്മദ് ഹദ്ദ, ഡോക്ടർ സുനിൽ PS, രക്ഷാധികാരി പ്രൊഫസർ CP റോയ് സാർ, മധ്യ നിരോധന സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ വിൻസെന്റ് മാളിയേക്കൽ, അഡ്വക്കേറ്റ് KS പ്രകാശ് സാർ, പ്രിയമുള്ളവരെ, 130 വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാറിന് വേണ്ടി നാം ഇന്ന് മുറവിളി കൂട്ടുന്നു. ഇവിടെ മാത്രം 200 ദിവസങ്ങൾ നമ്മൾ ഉപവാസ സമരം പിന്നിട്ടിരിക്കുന്നു. എന്നിരുന്നാലും നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളേണ്ടവർ നമുക്ക് നേരെ കണ്ണു തുറക്കുന്നുണ്ടോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മുടെ വോട്ട് വാങ്ങി നമ്മളെ പ്രതിനിധീകരിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി സംസാരിക്കേണ്ടവർ ഈ സമൂഹത്തെ കണ്ടില്ല എന്ന് നടിക്കുന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളെ ഏവർക്കും പ്രിയങ്കരനായ നമ്മുടെ MLA ഈ 200 ദിവസത്തിന് ഇടയ്ക്ക് ഒരു ദിവസം പോലും ഈ സമരപ്പന്തൽ സന്ദർശിച്ചില്ല എന്ന യാഥാർത്ഥ്യം. അതിന് ഇനി മാറ്റം സംഭവിക്കേണ്ടിയിരിക്കുന്നു. ഈ സമരം പൂർവാധികം ശക്തി പ്രാപിപ്പിക്കുന്നതിനും ശക്തമായ രീതിയിൽ അത് നിലനിർത്തി കൊണ്ടുപോകേണ്ടതിനും അതോടൊപ്പം തന്നെ ഇത് വിജയകരമാക്കേണ്ടതിനും നമ്മുടെ കൂട്ടായ ശക്തിയാണ് ഇവിടെ ആവശ്യം. ജനം ഒന്നിച്ചുകൂടിയാൽ നടക്കാത്തതായി ഒന്നുമില്ല. ജനം വിഘടിക്കുന്നതാണ് പ്രതിനിധികളുടെ വിജയരഹസ്യം. ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് നാം ഐക്യബോധത്തോടുകൂടെ ശക്തമായി നിലകൊള്ളണമെന്ന് ഞാൻ നിങ്ങൾ ആവശ്യപ്പെടുന്നു. ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ഇന്ന് നമുക്ക് വേണ്ടി ഇവിടെ ഒരുപാട് ത്യാഗം സഹിച്ചുകൊണ്ട് എത്തിച്ചേർന്ന നമ്മുടെ പ്രധാന വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി ഇവിടെ സംസാരിക്കാനെത്തിയ ഉദ്ഘാടകൻ, അതോടൊപ്പം നമുക്ക് ഏവർക്കും പ്രിയങ്കരൻ, അതിനു മുൻപായി തന്നെ നമ്മുടെ അധ്യക്ഷനായ രമേശ് രവിയെ എല്ലാവരുടെയും പേരിൽ അഭിനന്ദിക്കുകയും നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. നമുക്ക് വേണ്ടി ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ഡോക്ടർ എ മുഹമ്മദ് ഹദ്ദയ്ക്ക് നിങ്ങൾ ഏവരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം ഡോക്ടർ സുനിൽ സാറിനും എല്ലാവരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. രക്ഷാധികാരിയായ CP റോയ് സാറിനും നന്ദി രേഖപ്പെടുത്തുന്നു. മധ്യ നിരോധന സമിതി ജനറൽ സെക്രട്ടറി ഡോക്ടർ വിൻസെന്റ് മാളിയേക്കലിന് നന്ദി രേഖപ്പെടുത്തുന്നു. മുല്ലപ്പെരിയാർ ഏകോപന സമിതി ജനറൽ കൺവീനർ KS പ്രകാശ് സാറിന് നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഇന്ന് നമുക്ക് വേണ്ടി രാവിലെ 9 മണി മുതൽ ഈ നിമിഷം വരെ ഉപവാസമനുഷ്ഠിച്ച ശ്രീ KB രാജു, ശ്രീ രമേശ് രവി, ശ്രീ സ്മിജിൻ രാജ്, ശ്രീമതി ഐഷ രവീന്ദ്രൻ, ശ്രീമതി നിർമ്മല ദേവി, കുമാരി മേരി മിൽക്കി എന്നിവർക്ക് എല്ലാവർക്കും നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം ഇന്ന് ഇവിടെ സന്നിഹിതരായ വിവിധ സംഘടനാ പ്രതിനിധികളുണ്ട്. ഒറ്റയടിക്ക് ഞാൻ അങ്ങ് നേരെ പേര് വിളിച്ചു പോവുകയാണ്. പാട്ടുഗ്രാമത്തിലെ സഹോദരങ്ങൾ, ഒപ്പം റാക്കോയുടെ പ്രതിനിധികൾ, റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രതിനിധികൾ, നമ്മുടെ കൊച്ചി സംഘടന പ്രതിനിധികൾ, മുല്ലപ്പെരിയാർ ഏകോപന സമിതി പ്രതിനിധികൾ, NRRA അസോസിയേഷൻ പ്രതിനിധികൾ, CSSന്റെ പ്രതിനിധികൾ, വാവായുടെ പ്രതിനിധികൾ, കസ്തൂർബ വായനശാല പ്രതിനിധികൾ, അതേപോലെ തന്നെ തണൽ സമര സമിതിയുടെ ശക്തരായ സാരഥികളും ഒപ്പം നല്ല ഗായകരും, ഇവർക്കേവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നന്മകൾ നേരുന്നതോടൊപ്പം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നമ്മുടെ പൊതുയോഗ നടപടികൾ അവസാനിച്ചതായി എല്ലാവരെയും അറിയിക്കും.